ഗുഡ് മോർണിംഗ് ബിലവഡ്. ഞങ്ങളെ ഓൺലൈനിൽ കേൾക്കുന്നവർ ബോംബെയിൽ നിന്നുള്ളവർക്ക് ഞങ്ങളെ ഫേസ്ബുക്കിലൂടെ എഴുതി അറിയിക്കാവുന്നതാണ്. ഞങ്ങളുടെ ഹാൻഡിൽ @beloved sons of God എന്നാണ്. ഞങ്ങൾ ഞങ്ങളുടെ ചർച്ചിന്റെ സ്ഥലം നിങ്ങളെ അറിയിക്കുന്നതാണ്. ഇത് ഓൺലൈനിൽ കേൾക്കുന്നവർ യൂട്യൂബിലൂടെ ഈ വീഡിയോയുടെ താഴെ ഒരു ലിങ്ക് ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ PDF ഫയലിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അതിലൂടെ ഇന്ന് വായിക്കുന്ന എല്ലാ വചനങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച മുതൽ നമ്മൾ ഒരു വിഷയത്തെക്കുറിച്ച് പഠിക്കുകയാണ്. ആ വിഷയം എന്ന് പറയുന്നത് സമൃദ്ധിയെക്കുറിച്ചാണ്. അതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നു, ഒരു ഉറപ്പുള്ള അടിസ്ഥാനം ഇടേണ്ടത് ആവശ്യമാണ്. ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ എത്ര പേർ നീതിമാനാകാൻ ആഗ്രഹിക്കുന്നു? മുട്ടുണ്ടാകുക എന്നുള്ളത് അതൊരു മരണത്തിന്റെ മേഖലയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ ആരോഗ്യത്തിലാണെങ്കിലും നിങ്ങൾക്ക് കുറവുണ്ട് എങ്കിൽ നിങ്ങളെ രോഗി എന്ന് പറയും. ധനത്തിന്റെ മേഖലയിലാണെങ്കിലും നിങ്ങൾക്ക് ധനത്തിന്റെ കുറവുണ്ട് എങ്കിൽ, ധനത്തിന്റെ മുട്ടുണ്ട് എങ്കിൽ അതൊരു കുറവിനെയാണ് കാണിക്കുന്നത്. എല്ലാ കുറവുകളും പാപത്തിന്റെയും മരണത്തിന്റെയും ഫലത്തിലൂടെയാണ് അത് ലഭിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ആദം പാപം ചെയ്തു, അത് പാപത്തിന്റെ ഭാഗമായി മാറുവാനിടയായി. പക്ഷെ സ്വർഗരാജ്യത്തിൽ ആർക്കും ഒന്നിന്റെയും കുറവില്ല. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ പിതാവ് വളരെ ധനികനായ പിതാവാണ്. കഴിഞ്ഞ ആഴ്ച നമ്മളെടുത്ത മെസ്സേജ് നിങ്ങൾക്ക് യൂട്യൂബിലൂടെ ഓൺലൈനിലൂടെ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. അതിന്റെ ടൈറ്റിൽ എനിക്കൊന്നിനുടെയും മുട്ടുണ്ടാകുകയില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടെന്നാൽ ആദ്യത്തെ കുറവ് ആദമിന്റെ ഹൃദയത്തിൽ കൊണ്ടുവന്നത് അത് സാത്താനിലൂടെയായിരുന്നു. അവൻ ഹവ്വയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങളോട് ദൈവം പറഞ്ഞു ഈ ഏദൻ തോട്ടത്തിൽ ഒരു വൃക്ഷത്തിന്റെയും ഫലം ഭക്ഷിക്കാൻ സാധിക്കയില്ല എന്ന്. പിന്നെ പറയുകയാണ്, നിങ്ങൾ നന്മതിന്മകളെ കുറിച്ചുള്ള വൃക്ഷത്തിന്റെ ഫലം ഭക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തെ പോലെ ആകാൻ സാധിക്കുമെന്ന്. പിതാവിലൂടെ അവർക്ക് കൽപ്പന ലഭിച്ചിരുന്നു, എല്ലാ വൃക്ഷത്തിന്റെയും ഫലം നിങ്ങൾക്ക് ഭക്ഷിക്കാമെന്ന്. പക്ഷേ സാത്താൻ അവരുടെ ഉള്ളിൽ, അവരുടെ ചെവിയിലേക്ക് എത്തിക്കുകയാണ് ഒരു കുറവ്. ആ കുറവ് കേട്ടതിന് ശേഷം അവർ പാപത്തിൽ വീണു പോകുകയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഒരു വചനത്തിലൂടെയാണ് തുടങ്ങിയത്. അത് സങ്കീർത്തനം 23 അതിൽ എഴുതിയിരിക്കുന്നത്, യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് ഒന്നിന്റെയും കുറവുണ്ടാകില്ല. അതിന്റെ എബ്രായ ഭാഷയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ മുട്ടുണ്ടാകുക എന്നുള്ളത് എഴുതിയിരിക്കുന്നത് ഒരു രീതിയിലുള്ള കുറവും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുകയില്ല എന്നുള്ളതാണ്. എന്ന് നമുക്ക് പഠിക്കാം. എങ്ങനെയാണ് പുത്രൻ 2 രീതിയിലുള്ള വെളിപ്പാടിൽ ഈ ജീവനിൽ സഞ്ചരിക്കാൻ സാധിക്കുന്നതെന്ന് ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് പഠിക്കാം. നിങ്ങൾക്കറിയാമോ, പ്രിൻസ് വില്യം എന്ന് പറയുന്നത് ഈ ലോകത്ത് അവർക്ക് മക്കളുണ്ട്. നിങ്ങൾക്കറിയാമോ, പ്രിൻസ് വില്യം എല്ലാവരിൽ നിന്നും വ്യത്യസ്തനാണ്. ആ ദേശത്ത് വളരെയധികം വേറെയും ആളുകളുണ്ട്. പക്ഷേ പ്രിൻസ് വില്യം വ്യത്യസ്തനായ ഒരു വ്യക്തിയാണ്. എന്തുകൊണ്ടെന്നാൽ അവനൊരു രാജകുടുംബത്തിൽ നിന്ന് വരുന്നത് കൊണ്ട്. ഏത് നിമിഷം എന്റെയും നിങ്ങളുടെയും വീണ്ടും ജനനം പ്രാപിച്ചു. ഞാനും നിങ്ങളും വേറൊരു മണ്ഡലത്തിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഞാനും നിങ്ങളും ആദമിന്റെ വംശത്തിൽ നിന്നുള്ളവരല്ല. വീണ്ടും ജനനത്തിന്റെ അർത്ഥം ഇതാണ്, നമ്മൾ സ്വർഗത്തിൽ നിന്നാണ് ആ വീണ്ടും ജനനം പ്രാപിച്ചത്. യേശു നമ്മളെ അന്ധകാരത്തിന്റെ രാജ്യത്തിൽ നിന്ന് വിടുവിച്ച് നമ്മളെ ആ ജീവന്റെ രാജ്യത്തിൽ പ്രവേശിപ്പിച്ചു. എന്തുകൊണ്ടെന്നാൽ വചനത്തിൽ എഴുതിയിരിക്കുന്നു, അവൻ നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി. ഇപ്പോൾ ഞാനും നിങ്ങളും പ്രവേശിച്ചിരിക്കുന്ന രാജ്യത്തിൽ, ആ രാജ്യത്തിൽ എന്റെയും നിങ്ങളുടെയും പിതാവ് ഒരു രാജാവാണ്. അവൻ ആണ് എന്റെയും നിങ്ങളുടെയും പിതാവ്. എങ്ങനെ പ്രിൻസ് വില്യം ആയിരിക്കുന്നോ അവരുടെ മക്കൾക്ക് ഒന്നിന്റെയും കുറവില്ല. അവർക്ക് അവരുടെ ആവശ്യങ്ങൾ അതിലധികവും ലഭിക്കും. എന്തുകൊണ്ട് ലഭിക്കും? അവരുടെ പിതാവ് ഒരു രാജാവായതുകൊണ്ട്. ദൈവം ഇപ്പോൾ എൻ്റെ പിതാവാണ്. എല്ലാ ആവശ്യങ്ങളും എൻ്റേത്. അതെപ്പോഴും സമയത്തിനനുസരിച്ച് പൂർത്തിയാക്കപ്പെട്ടുകൊണ്ടിരുന്നു. പക്ഷെ ഒരു സമയം വരും, പ്രിൻസ് വില്യമിന്റെ മക്കൾ വലുതാകുമ്പോൾ അവൻ അവരുടെ മക്കളെ വിളിച്ചിട്ട് പറയും, വരൂ, ഇപ്പോൾ ഞാൻ നിങ്ങൾക്കളെ പഠിപ്പിക്കാം. ഈ സമ്പത്ത് എൻ്റെ പക്കലുള്ളത് അത് എങ്ങനെ ഉപയോഗിക്കണമെന്ന്, അതെങ്ങനെയാണ് എന്ന് കാണിക്കാമെന്ന്. എന്തുകൊണ്ടെന്നാൽ അവരുടെ ആവശ്യങ്ങൾ എല്ലാം നിങ്ങൾക്ക് ലഭിക്കും. പക്ഷേ നിങ്ങളെ ഇപ്പോൾ ഞാൻ പഠിപ്പിക്കാം എങ്ങനെ ഭരിക്കണമെന്ന്. പിന്നെ നിങ്ങൾ വേറൊരു വെളിപ്പാടിലേക്ക് വരികയാണ്. അബ്രഹാമിന്റെ അടുത്തുണ്ടായിരുന്നത്. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാം മൽക്കീസദേക്കിന് ദശാംശം കൊടുത്തപ്പോൾ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, പിന്നെ ദൈവം അബ്രഹാമിനോട് പറയുകയാണ്, ഞാൻ നിന്റെ പരിചയം അതിമഹത്തായ പ്രതിഫലമാകുന്നു എന്ന്. ദശാംശത്തെക്കുറിച്ച് നമ്മൾ മുന്നോട്ടുള്ള ആഴ്ചകളിൽ വീണ്ടും പഠിക്കാം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞതുപോലെ
സത്യത്തെക്കുറിച്ച് ഒരു നല്ല അടിസ്ഥാനത്തിന് വേണ്ടി പറയുകയാണ്. എന്തുകൊണ്ടെന്നാൽ എത്രയധികം ആളുകൾ ഈ സത്യം ഗ്രഹിക്കുന്നു, തന്നെത്താൻ അവർ ആക്കപ്പെടുവാൻ ഇടയാകും. വളരെ ആവശ്യമാണ് നിങ്ങൾ ഈ സത്യം കേൾക്കേണ്ടത്. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ അറിയണം നിങ്ങൾ ഇപ്പോൾ കുറവിലല്ല എന്ന്. ആ കുറവിന്റെ ശാപം അത് എന്നിലും നിങ്ങളിലുമില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടു, വളരെയധികം ആളുകൾ രാജ്യത്ത് വരുന്നു, വീണ്ടും ജന്മം പ്രാപിക്കുന്നു, വീണ്ടും അവർ കുറവിലാണ് ജീവിക്കുന്നത്. പക്ഷെ നമ്മൾ ഇപ്പോഴും ആ നന്മതിന്മകളെ കുറിച്ചുള്ള വൃക്ഷത്തിലൂടെയാണ് ജീവിക്കുന്നതെങ്കിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് അത് മരണം കൊണ്ടുവരുവാൻ ഇടയാകും. അതുകൊണ്ട് വളരെ ആവശ്യമാണ് നമ്മൾ ആ ജീവന്റെ വൃക്ഷത്തിലൂടെ ജീവിക്കണമെന്നുള്ളത്. പിന്നെ നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അത് ജീവനെ കൊണ്ടുവരുവാൻ ഇടയാകും. ഞാൻ വിശ്വാസത്തിൽ വന്നിട്ട് 20 വർഷമായി. ഈ 20 വർഷത്തിനോടിടയ്ക്ക് പിതാവാണ് എന്നെ ശ്രദ്ധിച്ചത്, എൻ്റെ കാര്യങ്ങൾ നോക്കിയത്. ആളുകൾക്ക് തോന്നും ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ വളരെ സമ്പത്തുള്ള ഒരു ഭവനത്തിലാണ് ജനിച്ചത് എന്ന്. ആളുകൾക്ക് തോന്നും ഞാൻ ചെറുപ്പം മുതൽ വളരെ സമ്പത്തുള്ള ഒരു ഭവനത്തിലാണ് ജനിച്ചതെന്ന്. പക്ഷെ അങ്ങനെ അല്ലായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ പിതാവിനോട് പറയാറുണ്ടായിരുന്നു, ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലാണ് അദ്ദേഹം ഇന്ത്യയിൽ ജനിച്ചത് എന്ന്. അദ്ദേഹത്തിന് ഒരു പ്രാവശ്യം അവസരം ലഭിച്ചു UK പോകാൻ വേണ്ടി. അദ്ദേഹം അവിടെ പോയി. അവിടെ എൻ്റെ മമ്മിയെ കണ്ടു. അവരുടെ വിവാഹം കഴിഞ്ഞു. അദ്ദേഹം ഒരു സാധാരണ ജോലിയാണ് ചെയ്തിരുന്നത്. അവർ ജീവിത കാലം മുഴുവൻ അദ്ദേഹത്തിന്റെ മക്കളെ ശ്രദ്ധിച്ചു. 2004 അദ്ദേഹം ദൈവത്തിന്റെ അടുത്തേക്ക് പോയി. ആ സമയത്ത് ഞാൻ ക്രിസ്തുവിലായി. ഞാൻ ക്രിസ്തുവിൽ വന്നപ്പോൾ മുതൽ, ഞാൻ എൻ്റെ പിതാവിനെ അറിഞ്ഞപ്പോൾ മുതൽ, എന്നെ ഉണ്ടാക്കിയ എൻ്റെ യഥാർത്ഥ പിതാവിനെ ഞാൻ അറിഞ്ഞപ്പോൾ, ആ സമയത്ത് ഞാൻ ക്രിസ്തുവിലായിരുന്നു. ആ സമയം മുതൽ എപ്പോൾ ഞാൻ ക്രിസ്തുവിലായോ, ഞാൻ എൻ്റെ പിതാവിനെ അറിഞ്ഞത്, എൻ്റെ യഥാർത്ഥ പിതാവ്, എന്നെ ഉണ്ടാക്കിയ എൻ്റെ പിതാവ് ആരാണെന്നും അറിഞ്ഞത് മുതൽ, ആ നിമിഷം മുതൽ എനിക്കൊന്നിൻ്റെയും കുറവെൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ UK പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് പൈസയുടെ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ഒരാൾ പറഞ്ഞു ഒരു സ്കോളർഷിപ്പിനെ കുറിച്ച്. എനിക്ക് അറിയുക പോലുമില്ലായിരുന്നു അതിനെക്കുറിച്ച്. ഞാൻ അപ്ലൈ ചെയ്യുവാനിടയായി. എനിക്ക് കാണാൻ സാധിച്ചു എല്ലാ പൈസയും എനിക്ക് അവിടുന്ന് ലഭിക്കുവാനിടയായി. എനിക്ക് ഓർമ്മയുണ്ട്, എനിക്ക് ഇന്ത്യയിലായിരുന്നപ്പോൾ പൈസയുടെ ആവശ്യമുണ്ടായിരുന്നു. എനിക്കപ്പോൾ ഒരു സ്വപ്നം ഉണ്ടാവാനിടയായി. പിന്നെ ഞാൻ അവിടെ 2 മേഘങ്ങൾ കാണുവാനിടയായി. അവിടെ എഴുതിയിരിക്കുകയാണ്, നിങ്ങളുടെ വീണ്ടും ജനനത്തിൽ നിങ്ങൾക്ക് അഭിനന്ദനങ്ങൾ എന്ന് എഴുതിയിരിക്കുന്നത്. പിതാവ് എന്നെ പഠിപ്പിക്കുകയായിരുന്നു, നിങ്ങളുടെ ഏത് നിമിഷം നിങ്ങളുടെ വീണ്ടും ജനനം പ്രാപിച്ചോ, നിങ്ങളുടെ സന്തോഷത്തിന്റെ കാരണം ഇതാണ്, നിങ്ങളിപ്പോൾ സമാധാനത്തിലാണ്. എന്തുകൊണ്ടെന്നാൽ നമുക്ക് വേണ്ടി നമ്മുടെ പിതാവാണ് പ്രവർത്തിക്കുന്നത്. എനിക്കൊരിക്കലും ഒന്നിൻ്റെയും കുറവുണ്ടായിരുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ഞാൻ ഈ മേഖലയിൽ നിന്ന് മാറി ഞാൻ ജീവന്റെ മേഖലയിൽ പ്രവേശിച്ചു കഴിഞ്ഞിരുന്നു. നിങ്ങൾക്ക് കുറവിന്റെ മേഖലയിൽ ജീവിക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുകയില്ല നിങ്ങൾ നീതിമാനാണ് എന്നുള്ള കാര്യം. നിങ്ങൾക്ക് കുറവിൽ ജീവിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ, നിങ്ങൾ ഒരു നീതിമാനാണെന്ന് അറിയില്ല എങ്കിൽ. പിന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ ധനത്തിന്റെ മേഖലയിൽ നിങ്ങൾക്ക് കുറവുള്ളതായി. അതുകൊണ്ട് ഞാൻ ആളുകളെ ഉത്സാഹിപ്പിക്കാറുണ്ട്, നിങ്ങൾ കേൾക്കുക, നീതിയെക്കുറിച്ച്, നീതിബോധത്തെക്കുറിച്ച് നിങ്ങൾ പഠിക്കുക, യേശുക്രിസ്തുവിലൂടെയുള്ളത്. നീതിബോധം ഇതാണ്, പുത്രൻ അറിയുന്നത്, അവന്റെ നീതി എന്ന് പറയുന്നത് അത് രക്തത്തിലൂടെ മാത്രം ലഭിക്കുന്നതാണ്. യേശുക്രിസ്തുവിന്റെ രക്തത്തിലൂടെ മാത്രം, അവരുടെ പ്രവൃത്തിയിലൂടെയല്ല. പ്രിൻസ് വില്യത്തിന്റെ മക്കൾ, അവരുടെ അറിവെന്താണ്? ഇത് മാത്രമാണ്, അവർ പ്രിൻസ് വില്യമിന്റെ മക്കളാണ് എന്നുള്ളത്. അവർ പുറത്ത് മറ്റുള്ളവരെ ആയിട്ട് അവർ കാണുമ്പോഴും അവരുടെ കൂടെ ആയിരിക്കുമ്പോഴും അവർക്കറിയാം അവർ വ്യത്യസ്തരായ ആളുകളാണ്, അവർ സാധാരണ വ്യക്തികളല്ല എന്ന് അവർക്കറിയാം. എന്തുകൊണ്ടെന്നാൽ അവർ ഒരു രാജകുടുംബത്തിൽ നിന്നുള്ളവരാണ്. പ്രിയ, ഇപ്പോൾ നീ ഇതുവരെ ഈ സ്ഥാനത്തായിരുന്നു, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. ഇപ്പോൾ നീ ഈ വെളിപ്പാടിൽ നിന്ന് ഈ വെളിപ്പാടിലേക്ക് കൊണ്ടുവരികയാണ്. ഇപ്പോൾ എൻ്റേതെല്ലാം ഇപ്പോൾ നിന്റേതാണ്. നിങ്ങൾ ഈ വെളിപ്പാടിലൂടെയും നിങ്ങൾക്ക് സഞ്ചരിക്കാൻ സാധിക്കും, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല എന്ന്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എല്ലാ മേഖലയിലും ദൈവം നിങ്ങൾക്ക് എല്ലാം സാധിപ്പിച്ചു തരും. ഇപ്പോൾ ഞാൻ എൻ്റെ വീട് മേടിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ചിലപ്പോൾ എനിക്ക് ലോൺ എടുക്കേണ്ട ആവശ്യം വരികയില്ല. എന്തുകൊണ്ടെന്നാൽ ഞാൻ ഈ വെളിപ്പാടിലാണ്, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. എൻ്റെ വിശ്രമം ഈ കാര്യത്തിലാണ്. എൻ്റെ നീതി എന്ന് പറയുന്നത് അത് രക്തത്തിലൂടെ മാത്രം എനിക്ക് ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും സാധിക്കുകയില്ല ഞാൻ പറയുമ്പോൾ എൻ്റെ ധനം, എൻ്റെ സമ്പത്ത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയുള്ളതെന്ന്.
അതുകൊണ്ട് ഈ പഠനങ്ങൾ ഒരു പൂർണ്ണമായനായ ഒരു പുത്രന് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് ഞാനൊരു നല്ല അടിസ്ഥാനം ഇന്നിടാൻ ആഗ്രഹിക്കുകയാണ്. ഈ സത്യത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നിങ്ങൾക്ക് ഒന്നിന്റെയും കുറവുണ്ടാകുകയില്ല. മുന്നോട്ട് നമുക്ക് വായിക്കാം. ഗലാത്യർ 3-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം മുതൽ. എന്നാൽ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവരും ശാപത്തിന് കീഴാകുന്നു. ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെയും ചെയ്യുവാൻ തക്കവണ്ണം അതിൽ നിലനിൽക്കാത്തവൻ എല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. എന്നാൽ ന്യായപ്രമാണത്താൽ ആരും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല എന്നത് സ്പഷ്ടം. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്നല്ലോ ഉള്ളത്. ന്യായപ്രമാണത്തിനോ വിശ്വാസമല്ല ആധാരമായിരിക്കുന്നത്, അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കുമെന്നുണ്ടല്ലോ. 13-ാം വാക്യം. മരണത്തിന്മേൽ തൂങ്ങുന്നവൻ എല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. ഈ കാര്യത്തെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ച നമ്മൾ സംസാരിച്ചു. ഏത് നിമിഷം ആദം പാപം ചെയ്തു, ഒരു ശാപം മുഴുവൻ സൃഷ്ടികളുടെ മേളിൽ വരുവാനിടയായി. പിന്നെ ആദമിന് ശാപം ലഭിച്ചു, നീ നിന്റെ വിയർപ്പിന്റെ റൊട്ടി ഭക്ഷണം നീ കഴിക്കുമെന്ന്. അപ്പോൾ ഇത് ആദമിന് കൊടുത്ത അതേ ശാപമാണ്, നീ നിന്റെ വിയർപ്പിലൂടെ നിന്റെ ഭക്ഷണം കഴിക്കുമെന്ന് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ക്രിസ്തു നമ്മളെ ആ മേഖലയിൽ നിന്ന് വിടുവിച്ചു. എന്തുകൊണ്ടെന്നാൽ വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, യേശു നമ്മളെ ആ ന്യായപ്രമാണത്തിന്റെ നിന്ന് വിടുവിച്ചു. കുറച്ച് വേറെയും ശാപങ്ങളെ കുറിച്ച് നമുക്ക് വായിക്കാം ആവർത്തന പുസ്തകത്തിൽ നിന്നും. ഇവിടെ എഴുതിയിരിക്കുകയാണ്, നീ വളരെ വിത്ത് നിലത്തിലേക്ക് കൊണ്ടുപോകും, എന്നാൽ വെട്ടുക്കിളി തിന്ന് കളക കൊണ്ട് കുറെ മാത്രം കൊയ്യും. അർത്ഥം, നമ്മൾ വളരെ അധ്വാനിക്കും, പക്ഷെ ഫലം അത് വളരെ കുറച്ച് മാത്രമേ ലഭിക്കുകയുള്ളൂ. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്, എന്തുകൊണ്ടെന്നാൽ വെട്ടുക്കിളി തിന്നുകളയും, വേറെ ആരെങ്കിലും അത് കഴിച്ചു കളയുമെന്ന്. നീ മുന്തിരിത്തോട്ടങ്ങൾ നട്ട് രക്ഷ ചെയ്യും, എങ്കിലും പുഴു തിന്ന് കളക കൊണ്ട് വീഞ്ഞു കുടിക്കുകയില്ല, പഴം ശേഖരിക്കുകയുമില്ല. മുന്നോട്ട് വായിക്കാം. ഒലിവ് വൃക്ഷങ്ങൾ നിന്റെ നാട്ടിലൊക്കെയും ഉണ്ടാകും, എങ്കിലും നീ എണ്ണ തേക്കയില്ല, അതിന്റെ പിഞ്ച് പൊഴിഞ്ഞു പോകും. നീ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കും, എങ്കിലും അവർ നിനക്ക് ഇരിക്കയില്ല. നമ്മൾ ഈ വായിച്ചതെല്ലാം പഴയ നിയമത്തിൽ മനുഷ്യന്റെ മുകളിൽ വന്ന ശാപങ്ങളാണ്. ഇത് ആർക്കും വീണ്ടെടുപ്പ് നൽകാൻ ഇതിന് സാധിക്കുകയില്ല. പക്ഷെ ഒരു പുത്രന് വേണ്ടി നമ്മൾ പറഞ്ഞു, നമ്മൾ കൊടുക്കുന്ന ആത്മാക്കളാണ്. ദൈവം നമ്മളെ ആ സ്ഥാനത്ത് കാണാൻ ആഗ്രഹിക്കുന്നു. യേശു ക്രിസ്തു ക്രൂശിൽ പോയത് ഈ എല്ലാ ശാപങ്ങളിൽ നിന്നും നമ്മെ വിടുവിക്കാൻ വേണ്ടിയാണ്. അവൻ ക്രൂശിലേക്ക് സ്വയം ശാപമായി പോയത്. എന്തിനെന്നാൽ ഞാനും നിങ്ങളും ഈ ശാപത്തിൽ നിന്ന് വെളിയിൽ വരാൻ വേണ്ടി. എന്തിനെന്നാൽ ഞാനും നിങ്ങളും ഇപ്പോൾ ആ ശാപത്തിൽ നിന്നും വിടുവിക്കപ്പെടാൻ വേണ്ടി. നമ്മൾ കൃപയിലൂടെ അവന്റെ മക്കളായി ഇരിക്കുമ്പോൾ നമ്മൾ ഈ ശാപങ്ങളിൽ നിന്നെല്ലാം വിമുക്തരാണ്. ഇന്ന് നിങ്ങൾ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുമ്പോൾ അതിന്റെ ഫലം തീർച്ചയായും നിങ്ങൾക്ക് ലഭിക്കുവാനിടയാകും. അതിന്റെ ഫലം മറ്റാരും അത് നിങ്ങളിൽ നിന്ന് മോഷ്ടിക്കുവാൻ ഇടയാകില്ല. ഏത് നിമിഷം നിങ്ങളുടെ വീണ്ടുജന്മം പ്രാപിച്ചോ അപ്പോൾ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ നിങ്ങൾ പ്രവേശിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ വെളിപ്പാടിൽ ജീവിക്കുക. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകുകയില്ല. മുന്നോട്ട് നമുക്ക് വായിക്കാം. 4-ാം അധ്യായം. അവകാശി സർവത്തിനും യജമാനനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. പിതാവ് നിശ്ചയിച്ച അവധിയോളം രക്ഷകന്മാർക്കും ഗൃഹവിചാരകന്മാർക്കും കീഴ്പ്പെട്ടവനത്രേ എന്ന് ഞാൻ പറയുന്നു. അതുപോലെ നാമും ശിശുക്കളായിരുന്നപ്പോൾ ലോകത്തിന്റെ ആദ്യ പാഠങ്ങളിൽ കീഴ് അടിമപ്പെട്ടിരുന്നു. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴ് ജനിച്ചവനായി നിയോഗിച്ചത്. അവൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. അങ്ങനെ നീ ഇനി ദാസനല്ല, പുത്രനത്രേ. പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയുമാകുന്നു. ഇവിടെ എഴുതിയിരിക്കുകയാണ്, അങ്ങനെ നീ പുത്രനായപ്പോൾ ദൈവത്തിലൂടെ ദൈവഹിതത്താൽ അവകാശിയുമായിരിക്കുകയാണ്. നമ്മൾ എങ്ങനെയാണ് നമ്മുടെ അവകാശങ്ങൾ നമുക്ക് ലഭിക്കുന്നത്? ഇപ്പോഴും നിങ്ങളിൽ ഒരു ദാസന്റെ ഹൃദയമാണ് എങ്കിൽ സത്യത്തിൽ നിങ്ങളെ തന്നെ ഒരു പുത്രന്റെ രൂപത്തിൽ നിങ്ങളെ നോക്കുന്നുണ്ടോ, കാണുന്നുണ്ടോ? ഇവിടെ നമ്മുടെ ചർച്ചിൽ ഒരു മോളുണ്ട്, അവളുടെ പേര് കൈറ എന്നാണ്. അവൾക്ക് നന്നായിട്ട് അറിയാം ഇവരാണ് എൻ്റെ മാതാപിതാക്കൾ എന്ന് അവൾക്ക് നന്നായി അറിയാം. അവളുടെ തിരിച്ചറിവ് എന്ന് പറയുന്നത് അതൊരിക്കലും മറന്നു പോകുകയില്ല, അവൾ എവിടെ നിന്നുള്ളതാണെന്നും.
അവൾ ആരുടേതാണെന്ന് അവൾ മറന്നു പോകുകയില്ല. ഇതാണ് ഈ പുത്രത്വത്തിന്റെ ലാളിത്വം എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ അസ്തിത്വം ഇപ്പോൾ മാറിയിരിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ നിങ്ങൾ ആദമിൽ നിന്നുള്ളതല്ല, നിങ്ങളുടെ വീണ്ടും ജന്മം സ്വർഗത്തിൽ നിന്ന് നടന്നിരിക്കുകയാണ്. ആ വിലപ്പെട്ട യേശുക്രിസ്തുവിന്റെ രക്തത്തിലൂടെ നിങ്ങളുടെ വീണ്ടും ജന്മം പ്രാപിച്ചിരിക്കുന്നു. ഇപ്പോൾ ഞാൻ ദൈവത്തിന്റെ രക്തത്തിന്റെ സന്തതിയാണ്. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഈ നീതിബോധത്തിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. ആ മനസ്സ് നിങ്ങളുടെ ഉള്ളിൽ ഉൽപ്പന്നമാകുമ്പോൾ നിങ്ങൾക്കത് ലഭിക്കും. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ എൻ്റെ ഒരു സ്കൂളിലെ ഒരു ഫ്രണ്ടിനെ കാണുവാനിടയായി. ഞാൻ അവളോട് യേശുവിനെ കുറിച്ച് പറയുമ്പോൾ അവൾ പറയുകയാണ്, ഞാൻ വിശ്വസിക്കുന്നു, കർമ്മയിൽ ഞാൻ വിശ്വസിക്കുന്നുവെന്ന്. ഞാൻ ചെയ്യുന്നതാണ് എനിക്ക് ലഭിക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞു, അതെ, നീ വേറൊരു മേഖലയിലാണ് ജീവിക്കുന്നതെന്ന്. പക്ഷേ യേശു എന്തിനാണ് വന്നത്? നിന്നെ ആ മേഖലയിൽ നിന്ന് വിടുവിച്ച്, പാപത്തിന്റെയും മരണത്തിന്റെയും മേഖലയിൽ നിന്ന് നിന്നെ വിടുവിച്ച്, നന്മതിന്മകളെ കുറിച്ചുള്ള വൃക്ഷത്തിന്റെ ഫലത്തിന്റെ ആ മേഖല, അതിൽ നിന്ന് വിടുവിക്കപ്പെട്ട് നിങ്ങൾ ജീവന്റെ മേഖലയിൽ പ്രവേശിക്കുവാൻ വേണ്ടി, അവിടെ നിങ്ങൾക്ക് അവന്റെ നന്മയിലൂടെയാണ് നിങ്ങൾ ജീവിക്കുന്നത്. നിങ്ങൾ ഒരു കൊച്ചു കുഞ്ഞിനെ കുറിച്ച്, കർമ്മയെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ആ കുഞ്ഞു പറയും, ഇതെന്താണ് നിങ്ങൾ പറയുന്നത്? എനിക്കൊന്നും അറിയില്ല എന്ന് പറയും. എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയും. എനിക്ക് ഇത്ര മാത്രം അറിയാം, ഞാൻ എൻ്റെ വീട്ടിൽ പോകുന്നു, അവിടെ എനിക്ക് വേണ്ടതെല്ലാം കഴിക്കാനുള്ളത് എനിക്ക് ലഭിക്കുമെന്ന് പറയും. എനിക്ക് വിശ്വാസത്തിൽ 20 വർഷമായി, ഇതുവരെയും ഞാൻ ഒരു കുറവുമില്ലാതെയാണ് ജീവിക്കുന്നത്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഒരു പ്രാവശ്യം ഞാൻ എൻ്റെ അമ്മയുടെ അടുത്തേക്ക് വീട്ടിലേക്ക് വന്നപ്പോൾ ഞാൻ പറയാറുണ്ടായിരുന്നു, എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഇന്ത്യയിൽ വരുമ്പോൾ എനിക്ക് അവിടെ കഫേ വേണമെന്ന് ഞാൻ പറയുമായിരുന്നു. എന്തുകൊണ്ടെന്നാൽ ഇവിടെ കഫേ ഇല്ലായിരുന്നു ആ സമയത്ത് ഇന്ത്യയിൽ. ഞാൻ ഇന്ത്യയിൽ തിരിച്ചു വരുന്ന സമയത്ത് 2005 ആ സമയത്ത് പെട്ടെന്ന് അവിടെ കഫേ ബരിസ്ത അവിടെ അതിന്റെ തുടക്കം ഉണ്ടാകുവാനിടയായി. എനിക്ക് കാണാൻ സാധിച്ചു, പിതാവ് മുന്നോട്ട് എനിക്ക് എന്തൊക്കെ വേണമോ അതെല്ലാം അവിടെ തയ്യാറാക്കുന്നത് ഞാൻ കാണുവാനിടയായി. അപ്പോൾ എൻ്റെ മമ്മിയും എൻ്റെ കുടുംബത്തിൽ നിന്ന് ആരും വിശ്വാസത്തിലില്ലായിരുന്നു. അപ്പോൾ എനിക്ക് ഒരു ടെലിഫോൺ ബില്ല് വന്നു. ആ സമയത്ത് BPL ബില്ല് 3500 രൂപയുടെ ആയിരുന്നു. അത് 2005 എനിക്കത് കൊടുക്കണമായിരുന്നു. പിന്നെ ഞാനൊരു ദിവസം മീറ്റിങ്ങിന് പോയപ്പോൾ അവിടെ ആരാധന നടക്കുകയായിരുന്നു. ഞാൻ ഒരാളെ അവിടെ പരിചയപ്പെടുവാനിടയായി. അമേരിക്കയിൽ നിന്ന് വന്ന ഒരാളായിരുന്നു. ഞാൻ മീറ്റിങ്ങിന് ശേഷം അവരോട് സംസാരിച്ചപ്പോൾ, അവർ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് എന്നോട് പറയുവാനിടയായി, എൻ്റെ കയ്യിൽ നിനക്ക് വേണ്ടി ഒരു കാര്യമുണ്ട് എന്ന്. ഞാൻ എൻ്റെ ദേശത്ത് നിന്ന് ഇവിടേക്ക് വന്നപ്പോൾ 3 സ്ത്രീകൾ എനിക്ക് ഒരു എൻവലപ്പ് തരുവാനിടയായി. എന്നിട്ട് അവർ പറഞ്ഞു, അവിടെ ബോംബെയിൽ നിങ്ങൾ ഒരു പെൺകുട്ടിയെ കാണും, അവർക്ക് ഈ എൻവലപ്പ് കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ എൻവലപ്പ് തുറന്നു നോക്കിയപ്പോൾ എനിക്ക് ആവശ്യം എത്രയായിരുന്നോ അത്രയും പൈസ അതിനകത്തുണ്ടായിരുന്നു. ദൈവം എൻ്റെ ആ ആവശ്യത്തിൽ എനിക്കത് തരുവാനിടയായി. എനിക്ക് ദൈവം തന്നത് ആ രീതി അത് വളരെ വ്യത്യസ്തമായിരുന്നു. അത് അത്ഭുതകരമായിരുന്നു. ഈ ഭാരതത്തിലുള്ളവർ ആരെങ്കിലും എനിക്കത് തരാമായിരുന്നു. പക്ഷെ ദൈവം എന്നെ പഠിപ്പിക്കുകയായിരുന്നു, ലോകത്തിന്റെ വേറൊരു കോണിൽ നിന്ന് ഞാൻ നിന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുമെന്ന്. ഇതാണ് എന്റെയും നിങ്ങളുടെയും മേഖല എന്ന് പറയുന്നത്. എല്ലാം നമുക്ക് രക്തത്തിലൂടെയാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ ടൈറ്റിലും ഇത് തന്നെയാണ്. നമ്മുടെ അവകാശം എന്ന് പറയുന്നത് അത് രക്തത്തിലൂടെ മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. പ്രിൻസ് വില്യം, അവൻ പുത്രൻ, അവന്റെ അവകാശങ്ങളെല്ലാം എങ്ങനെയാണ് ലഭിക്കുന്നത്? അതെന്തുകൊണ്ടാണ് അവർക്ക് അത് ലഭിക്കുന്നത്? അത് അവരുടെ രക്തത്തിലൂടെയുള്ള മകനായതുകൊണ്ട് മാത്രം, അവരിലൂടെ അവൻ ജനിച്ചത് കൊണ്ട് മാത്രം, അതുകൊണ്ട് മാത്രം. എല്ലാം അവരുടെ മക്കൾക്കറിയാം, ഞാൻ ഇവരിൽ നിന്ന് ജനിച്ചതാണ്, ഇവരുടെ രക്തത്തിലെ സന്തതിയാണ് എന്ന്. അതുകൊണ്ട് ഞാൻ ഇതിന്റെ എല്ലാ അവകാശിയാണെന്നും. അതുകൊണ്ട് ഇപ്പോൾ ഞാനും നിങ്ങളും എങ്ങനെ അവകാശങ്ങൾ പ്രാപിക്കും? ഇത് ഈ അറിവിലൂടെ, നമ്മൾ ആ രക്തത്തിന്റെ അറിവിലൂടെ നമ്മൾക്ക് ഇതെല്ലാം ലഭിക്കുവാനിടയാകും. എല്ലാം നമുക്ക് വേണ്ടി അവൻ പൂർത്തീകരിച്ചു. എല്ലാം നമ്മൾക്ക് ലഭിക്കുന്നത് ആ നീതി ബോധത്തിലൂടെയാണ് നമുക്ക് ഇതെല്ലാം ലഭിക്കുന്നത്. പിതാവ് എനിക്ക് നല്ലവനായിരിക്കുന്നത് പോലെ അവൻ നിങ്ങൾക്ക് വേണ്ടിയും നല്ലവനായിരിക്കും. മുന്നോട്ട് നമുക്ക് വായിക്കാം. റോമർ 8-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്വത്തിന്റെ ആത്മാവിനെയല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന് ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. നാം ദൈവത്തിന്റെ മക്കൾ എന്ന ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് കൂടെ സാക്ഷ്യം പറയുന്നു. നാം മക്കൾ എങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം അവനോട് കൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോട് കൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ.
അതിന്റെ അർത്ഥം ഇതാണ്: നിങ്ങളുടെ എല്ലാ അവകാശങ്ങളും, സ്വർഗീയ ആരോഗ്യം പോലും, നിങ്ങളുടെ നല്ല ബന്ധങ്ങളും, എല്ലാ അവകാശങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ അവന്റെ രക്തത്തിലൂടെയുള്ള സന്തതി ആയതുകൊണ്ടാണ്. കഴിഞ്ഞ ആഴ്ച ബിലവഡിൽ ഒരു സാക്ഷ്യം വന്നു. ഒരു കപ്പിൾ ഉണ്ടായിരുന്നു, അവർ ഡിവോഴ്സിന് വേണ്ടി തയ്യാറായിരുന്നു. പക്ഷേ ദൈവം അവരുടെ ജീവിതത്തിൽ വന്നപ്പോൾ വളരെ അത്ഭുത കാര്യം അവരുടെ ജീവിതത്തിൽ സംഭവിക്കാനിടയായി. അവർ ഡിവോഴ്സ് അവരുടെ ക്യാൻസൽ ആവാനിടയായി. പക്ഷെ എല്ലാ കാര്യങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും ദൈവത്തിന്റെ ഒരു യോജനയുണ്ട്. മുന്നോട്ട് നമുക്ക് വായിക്കാം. എഫേസ്യർ അതിന്റെ 1:3 സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശു ക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തുവല്ലോ. 7 അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ അതിക്രമങ്ങളുടെ മോചനം അവന്റെ കൃപയുടെ ധനത്തിനനുസരിച്ച് നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. എനിക്കും നിങ്ങൾക്കും വേണ്ടി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എങ്ങനെയാണ് ആ വിടുതൽ നമുക്ക് ലഭിച്ചത്? വിടുതലിന്റെ അർത്ഥം എന്താണ്? നിങ്ങളുടെ എന്തെങ്കിലും അത് നഷ്ടപ്പെട്ടു പോയെങ്കിൽ അത് നിങ്ങൾക്ക് തിരിച്ചു ലഭിക്കണം. അതിന്റെ കാരണം, എല്ലാം തിരിച്ചു ലഭിക്കേണ്ടതിന്റെ കാരണം എന്താണ്? വചനത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? അത് അവന്റെ രക്തത്തിലൂടെയാണ്. അതിക്രമങ്ങളുടെ മോചനം അവന്റെ കൃപാധന പ്രകാരമാണ് നമുക്ക് ലഭിച്ചത്. അവന്റെ ജ്ഞാനവും വിവേകവുമായി നൽകിയിരിക്കുന്നു. അതവൻ നമുക്ക് ധാരാളമായി കാണിച്ച് കൃപാദാന പ്രകാരം സകല ജ്ഞാനവും വിവേകവുമായി നൽകിയിരിക്കുന്നു. അവനിൽ താൻ മുൻ നിർണയിച്ച് തന്റെ പ്രസാദത്തിന് തക്കവണ്ണം തന്റെ ഹിതത്തിന്റെ മർമ്മം അവൻ നമ്മോട് അറിയിച്ചു. അത് സ്വർഗത്തിലും ഭൂമിയിലുള്ളതെല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക എന്നിങ്ങനെ കാലസമ്പൂർണതയുടെ വ്യവസ്ഥയ്ക്കായിക്കൊണ്ട് തന്നെ. എങ്ങനെയാണ് നിങ്ങൾക്ക് അവകാശം, എന്റെയും നിങ്ങളുടെയും അവകാശം, അത് എങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത്? അത് രക്തത്തിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്, എല്ലാം നിങ്ങളുടെ സ്വർഗീയ ആരോഗ്യം പോലും നിങ്ങളുടെ കൂടെയുള്ളത്, അത് നിങ്ങൾക്ക് ലഭിക്കുന്നത് അത് രക്തത്തിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നത്. നിങ്ങൾക്കറിയാമോ, നിങ്ങളുടെ പഴയ മനുഷ്യൻ അവൻ മരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ആദമിന്റെ രക്തമല്ല, യേശു ക്രിസ്തുവിന്റെ രക്തമാണ് ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ളത്. അതുകൊണ്ട് എല്ലാം നിങ്ങൾക്ക് മാറി മറിഞ്ഞതായി നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും. ഇതൊരു ലാളിത്യമാണ്. ഒരു പുത്രൻ അറിയുന്നു അവൻ എവിടെ നിന്നാണെന്നും അവന്റെ പിതാവ് ആരാണെന്നും. ഇപ്പോൾ ഞാനും നിങ്ങളും ആദമിൽ നിന്നുള്ളവരല്ല. ആദമിലുള്ളതെല്ലാം അത് മരണത്തിന്റെ പ്രഭാവത്തിലുള്ളതാണ്, യേശു ക്രിസ്തുവിലുള്ളതല്ല. ഇപ്പോൾ ഞാനും നിങ്ങളും ജീവന് വേണ്ടി ജനിച്ചിരിക്കുന്നവരാണ്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ആദ്യമായി ഈ വെളിപ്പാട് എനിക്ക് ലഭിച്ചപ്പോൾ മരണത്തിന് നമ്മുടെ മേൽ ഒരു അവകാശവുമില്ല എന്ന്. ഒരു ദിവസം ഞാൻ പിതാവിനോട് സംസാരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ഒരു ലെവൽ വരെ പോകുമായിരുന്നു. അത്രമാത്രം അതിൽ നിലനിൽക്കുകയുള്ളൂ, അതിന്റെ മുകളിലേക്ക് അത് പോകുകയില്ലായിരുന്നു. ഒരു ദിവസം ഞാൻ പിതാവിനോട് സംസാരിക്കുകയായിരുന്നു. അപ്പോൾ ഈ സത്യം എന്നിലെത്തിയപ്പോൾ, ഈ മരണത്തിന് ഇന്നിൽ ഒരു പുത്രനിൽ യാതൊരു അധികാരവും ഇല്ല എന്ന്. നമ്മുടെ ഉള്ളിലുള്ളത് ജീവനാണ്, അത് വളരെയധികമായിട്ടുള്ള ജീവനാണ്. ഈ ജീവൻ നമ്മുടെ ആരോഗ്യത്തിലും നമ്മുടെ ശരീരത്തിലും മാത്രമല്ല, ഇത് എല്ലാ മേഖലയിലേക്കും വളരാനുള്ളതാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ, ഈ നിങ്ങളുടെ ധനത്തിന്റെ മേഖലയിലും ഇതങ്ങനെയാണ്. ഈ സത്യം എൻ്റെ അടുത്തെത്തിയപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചു, 10 വർഷമായി എനിക്ക് ഇല്ലായിരുന്ന ആ നന്മ ഒരൊറ്റ ആഴ്ച കൊണ്ട് ആ അക്കം അത് ഇരട്ടിയാകുവാനിടയായി തീർന്നു. ഈ വെളിപ്പാടുകളിലൂടെ എനിക്ക് കാണുവാൻ സാധിച്ചു എൻ്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളെല്ലാം മാറുന്നതായിട്ട്. ഈ സ്ഥലത്ത് ഞാൻ വന്നപ്പോൾ എൻ്റെ പിതാവ്, ഞാൻ ആ അവസ്ഥയിലേക്ക് വന്നു. എൻ്റെ പിതാവ് മഹാനാണ്, ഞാൻ അവൻ്റെ നീതിയാണ് എന്ന്. മുന്നോട്ട് നമുക്ക് വായിക്കാം, എങ്ങനെയാണ് ഈ അവകാശങ്ങളെല്ലാം നമുക്ക് ലഭിക്കുന്നതെന്ന്. നമുക്ക് എങ്ങനെ ആ അവകാശങ്ങൾ നമുക്ക് പ്രാപിക്കാൻ സാധിക്കും? ഇതറിഞ്ഞുകൊണ്ട് ഇപ്പോൾ ഞാനും നിങ്ങളും അവന്റെ രക്തത്തിലൂടെയുള്ള സന്തതിയാണ് എന്ന്. മുന്നോട്ട് നമുക്ക് വായിക്കാം. 11 അവനിൽ നാം അവകാശവും പ്രാപിച്ചു, തന്റെ ഹിതത്തിന്റെ ആലോചന പോലെ സകലവും പ്രവർത്തിക്കുന്നവന്റെ നിർണയപ്രകാരം മുൻ നിയമിക്കപ്പെട്ടത്. മുമ്പിൽ കൂട്ടി ക്രിസ്തു ആശ വെച്ചവരായ ഞങ്ങൾ അവന്റെ മഹത്വത്തിന്റെ പുകഴ്ചയാകേണ്ടതിന് തന്നെ
അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. എനിക്കറിയാം ഇവിടെ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ നമ്മൾ യോഹന്നാന്റെ സുവിശേഷം വായിക്കുമ്പോൾ അതിന്റെ 16-ാം അധ്യായത്തിൽ അവിടെ പരിശുദ്ധാത്മാവിന്റെ കാര്യങ്ങളെക്കുറിച്ച് യേശു പറയുകയാണ്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ലോകത്തിന് പാപത്തെയും നീതിയെയും കുറിച്ച് ബോധം വരുത്തും. പാപത്തെയും കുറിച്ച് എന്തുകൊണ്ടെന്നാൽ യേശുവിന് അത് അറിയില്ലായിരുന്നു ആ സമയത്ത്. നീതിയെക്കുറിച്ച് എന്തുകൊണ്ടെന്നാൽ ഞാൻ പിതാവിന്റെ അടുത്തേക്ക് പോകും, നിങ്ങൾക്ക് എന്നെ കാണാൻ സാധിക്കില്ല. പരിശുദ്ധാത്മ എപ്പോഴും നമ്മളെ ഓർമ്മപ്പെടുത്തും, പ്രിയ, നീ ദൈവത്തിന്റെ രക്തത്തിലൂടെയുള്ള സന്തതിയാണ്, നീ ഇപ്പോൾ പാപിയല്ല, നീ ഒരു പുത്രനാണ്, എല്ലാ അവകാശങ്ങളും നിനക്ക് ലഭിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ പിതാവ് നിന്നെ വളരെയധികം സ്നേഹിക്കുന്നത് കൊണ്ടാണ്. എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നത് ആ ഒരു നീതി ബോധത്തിലൂടെ മാത്രമാണ്. ദുഷ്ടൻ എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? നിങ്ങളെ ആ അനുഗ്രഹങ്ങളിൽ നിന്നെല്ലാം മാറ്റുവാൻ വേണ്ടി എന്താണ് അവൻ ചെയ്യുന്നത്? ഇപ്പോൾ എല്ലാ സഭകളും തുറന്നു, സഭകൾ തുടങ്ങുവാനിടയായി. നിങ്ങളെ എന്താണ് ചെയ്യുന്നത്? ആ നിയമത്തിന് കീഴിലേക്ക് കൊണ്ടുപോകാനിടയാവും. നിയമത്തിന് കീഴിലാണ് എല്ലാ ശാപവും പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ആളുകൾ ധനികരാകുന്നില്ല, അവരുടെ നന്മകൾ അവിടെ ബന്ധിക്കപ്പെട്ട് വെച്ചിരിക്കുകയാണ്, അവരുടെ അനുഗ്രഹങ്ങൾ അവിടെ തടയപ്പെട്ട് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവർ ധനികരാകാത്തത്. എന്തുകൊണ്ടെന്നാൽ നിയമം എവിടെയാണോ അവിടെ ഒരു ദോഷം നിരൂപിക്കുന്ന ഹൃദയമുണ്ട്. ആ ദോഷം നിരൂപിക്കുന്ന ഹൃദയം മരണത്തെ കൊണ്ടുവരും. മുന്നോട്ട് വായിക്കാം. 15-ാം വാക്യം. അത് നിമിത്തം ഞാനും നിങ്ങൾക്ക് കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുമുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ സ്തോത്രം ചെയ്ത് എന്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തും കൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട്, പരിശുദ്ധാത്മാവ് എന്താണ് ചെയ്യുന്നത്? നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കണ്ണ് എന്തിനു വേണ്ടിയാണ് തുറക്കുന്നത്? ആ നീതിബോധം നിങ്ങളിൽ ഉരുവാകുവാൻ വേണ്ടി. നിങ്ങളൊരു പുത്രനാണ് എന്നുള്ള കാര്യം ദൈവം നോക്കുന്നില്ല. നിങ്ങൾ എങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു എന്നും നിങ്ങളിപ്പോൾ എന്താണ് ചെയ്യുന്നതെന്നും അതൊന്നും നോക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്ക് ക്ഷമ ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. എല്ലാ കുറവുകളും ഇല്ലായ്മകളും ദാരിദ്ര്യവും അത് പാപത്തിലൂടെയാണ് വന്നത്. യേശു ക്രൂശിൽ ഇപ്പോൾ കയറി കഴിഞ്ഞിരിക്കുന്നു. എല്ലാ പാപങ്ങളെയും ഏറ്റെടുത്തുകൊണ്ടാണ് അവൻ ക്രൂശിൽ കയറിയത്. അതുകൊണ്ട് ഇപ്പോൾ ഞാനും നിങ്ങളും എന്തുകൊണ്ട് ധനികരാകുകയില്ല? നമുക്ക് ആ അവകാശങ്ങളെല്ലാം എന്തുകൊണ്ട് ലഭിക്കുകയില്ല? ഞാൻ എൻ്റെ ജീവിതത്തിലും കണ്ടു. തുടക്ക നാളുകളിൽ എനിക്ക് വെളിപ്പാടില്ലായിരുന്നു ദശാംശത്തെക്കുറിച്ചുള്ളത്. ഞാൻ കൊടുക്കുന്നതിൽ വിശ്വസിച്ചു കൊണ്ടിരുന്നു, ഞാൻ കൊടുത്തുകൊണ്ടിരുന്നു. പക്ഷെ ദശാംശത്തെക്കുറിച്ച് എനിക്കറിയില്ലായിരുന്നു. ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ അനുഭവം ജീവിക്കുന്നില്ല എങ്കിൽ, അത് സത്യമല്ല എങ്കിൽ ഞാൻ എങ്ങനെ അത് മറ്റുള്ളവർക്ക് പ്രസംഗിക്കാൻ എനിക്ക് സാധിക്കുകയില്ല. പിന്നെ പിതാവിനോട് സംസാരിക്കാനിടയായി. ഈ വെളിപ്പാട് ഞാൻ നിനക്ക് തന്നപ്പോൾ യഹോവ നിന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല എന്നുള്ള കാര്യം, ആ വെളിപ്പാട് ഞാൻ നിനക്ക് തന്നു. അപ്പോൾ നീ ഒരു ബാലനെ പോലെ ആയിരുന്നു. ഒരു ബാലൻ ആയിരിക്കുമ്പോൾ മാതാപിതാക്കൾ അവർക്ക് വേണ്ടുന്നതെല്ലാം കൊടുക്കും. അവരുടെ എല്ലാ ആവശ്യങ്ങളും പിതാവിലൂടെ പൂർത്തീകരിക്കപ്പെടും. പക്ഷെ ഒരു സമയം വരും, അവൻ വലുതാകുകയും അവനൊരു പരിപൂർണനാകുകയും അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കാൻ തുടങ്ങും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അവൻ നിയന്ത്രിക്കണമെന്ന്. ആ സമ്പത്ത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പഠിപ്പിക്കാൻ തുടങ്ങും. ആ പിതാവിൽ എത്രയധികം അവകാശങ്ങളുണ്ടോ, അവന് വളരെയധികം കുഞ്ഞുങ്ങളുണ്ട്, പക്ഷെ എല്ലാ അവകാശങ്ങളും ആ ധനവും അവർക്ക് കൊടുക്കും. ആ ധനം കൈകാര്യം ചെയ്യാൻ അറിയുന്നവർക്ക്. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, ദശാംശം കൊടുക്കാതെയും നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം നയിക്കാൻ സാധിക്കും. അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം പൂർത്തീകരിക്കുന്നത്. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുകയാണ് ആ വളർച്ച. ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുകയാണ് ഈ ധനം ഞാൻ എന്ത് ചെയ്യുമെന്ന്, ഇത് ഞാൻ ആർക്ക് കൊടുക്കണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്ന ഒരു അവസ്ഥ. ആ കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അത് നമ്മൾ അടുത്ത ആഴ്ചയിൽ പഠിക്കും. ഇപ്പോൾ നമുക്ക് വായിക്കാം മത്തായി എഴുതിയ സുവിശേഷം അതിന്റെ 6-ാം അധ്യായം. 2 രീതിയിലുള്ള വെളിപ്പാടിനെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. ഞാൻ ഈ സൈഡ് തുടച്ചു കളയാം. നമ്മൾ ഈ മേഖലയിലല്ല ഇപ്പോൾ നമ്മൾ പാപികളല്ല, ഇപ്പോൾ നമ്മൾ പുത്രന്മാരാണ്. ഇപ്പോൾ നമ്മൾ ശാപത്തിന്റെ കീഴിലല്ല, കർമ്മയുടെ കീഴിലുമല്ല. നമ്മുടെ പാപം ക്ഷമിച്ചു കഴിഞ്ഞിരിക്കുന്നു.
നമുക്ക് ലഭിക്കുന്നതെല്ലാം അതൊരു നീതിബോധത്തിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നത്. നിങ്ങൾ എത്രയധികം ബിലവഡ് ഈ മെസ്സേജുകൾ കേൾക്കുന്നോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നിങ്ങൾ നീതിമാനായിക്കൊണ്ടേയിരിക്കും. ഇത് കേൾക്കേണ്ട ആവശ്യം എന്താണ്? നിങ്ങൾ ദൈവവചനം കേൾക്കുമ്പോൾ നിങ്ങൾ അവനോടുകൂടെ അത് അംഗീകരിക്കുകയാണ്. ദൈവസന്നിധിയിൽ എന്നോടുകൂടെയല്ല, ആ സന്നിധി ഇപ്പോൾ എന്നിലാണ് വസിക്കുന്നത്. ആ സന്നിധി അതിപ്പോൾ വിശ്വസിക്കുന്നവരിൽ നിങ്ങളിലുമുണ്ടത്. ഒരു ഉദാഹരണം നമുക്ക് നോക്കാം. ഇതൊരു മുന്തിരി വള്ളിയാണ്. അതിന്റെ വള്ളിയാണ്. ഈ മുന്തിരി വള്ളി നിങ്ങളുടെ എല്ലാ ആത്മീയ തിരിച്ചറിവും പിതാവ് നിങ്ങളോട് പറയുന്ന സ്ഥലമാണ്. ഇത് നിങ്ങളുടെ പ്രാണനാണ്. ഇവിടെ എല്ലാ നുണയുടെ വ്യാജത്തിന്റെയും വിത്തുകൾ വിതയ്ക്കപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾ എത്രയധികം വചനം കേൾക്കുന്നോ, നിങ്ങൾ ആ സത്യത്തെ ഗ്രഹിക്കുമ്പോൾ ആ ജീവൻ അത് ഒഴുകാൻ തുടങ്ങും. ചിലപ്പോൾ നിങ്ങൾ രോഗിയായിരിക്കാം, നിങ്ങൾ സൗഖ്യമാകുവാൻ തുടങ്ങും. നിങ്ങൾക്ക് ജോലി ഇല്ലാത്തപ്പോൾ നിങ്ങൾക്ക് ജോലി ലഭിക്കാൻ തുടങ്ങുന്നു. അതുകൊണ്ട് എഴുതിയിരിക്കുന്നു, എൻ്റെ വചനം നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ. ഒരു മുന്തിരി വള്ളിയിൽ ആ കൊമ്പ് അതുമായി ചേർന്ന് നിൽക്കുന്നില്ല എങ്കിൽ തന്നെത്താൻ അതിന് ഫലം കായ്ക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് വചനം പറയുന്നു, ഞാൻ നിങ്ങളിലും നിങ്ങൾ എന്നിലും നിലനിൽക്കുമ്പോൾ നിങ്ങൾ ചോദിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറയുന്നു. അതിന്റെ അർത്ഥം ഇതാണ്, അവൻ എപ്പോഴും എന്നിലുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് വചനം പറയുന്നു, ഞാൻ നിന്നിലും നിങ്ങൾ എന്നിലും വസിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ നാമത്തിൽ ചോദിക്കുന്നൊക്കെ നിങ്ങൾക്ക് ലഭിക്കുമെന്ന്. അതിന്റെ അർത്ഥം ഇതാണ്, അവൻ എപ്പോഴും എന്നിലുണ്ട്. ഗലാത്യർ 2:20 പറയുന്നു, ഏത് നിമിഷം നിങ്ങൾ ക്രിസ്തുവിലായോ ആ നിമിഷം നിങ്ങൾ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ പഴയ മനുഷ്യൻ ജീവിക്കുന്നു എന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ ആ നുണയിൽ വിശ്വസിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ ചതിക്കുകയാണ്. ഏറ്റവും അധികം സ്നേഹം നിങ്ങൾ നിങ്ങളുടെ പിതാവിന് കൊടുക്കാൻ സാധിക്കുന്ന ഇതാണ്, ഈ ഏകതയിൽ പിതാവ് നിങ്ങളിലുള്ളതിൽ നിങ്ങൾ അതിൽ ഒന്നാകുക, അതിനോട് നിങ്ങൾ ഭാഗവാക്കാകുക, അതിൽ വിശ്വസിക്കുക. വചനം പറയുകയാണ്, നമ്മുടെ പഴയ മനുഷ്യൻ ക്രൂശിൽ തറയ്ക്കപ്പെട്ടപ്പോൾ ഞാനല്ല ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നത്. നിങ്ങൾ ആ വചനത്തിൽ വിശ്വസിക്കാൻ തുടങ്ങുക. നിങ്ങൾ ഈ വചനത്തിൽ വിശ്വസിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ക്രിസ്തു നിങ്ങളിൽ ജീവിക്കുന്നത് കാണാൻ സാധിക്കും. ഒരു സഹോദരി ഉണ്ടായിരുന്നു നമ്മുടെ സഭയിൽ ഉണ്ടായിരുന്നത്. അവൾ വചനം കേൾക്കാൻ തുടങ്ങിയപ്പോൾ, അവൾ വചനം കേൾക്കുന്നതിലൂടെ അതുമായി അവൾ അതിനെ അംഗീകരിക്കാൻ തുടങ്ങിയപ്പോൾ ആ ജീവൻ ആ മുന്തിരിവള്ളിയിൽ നിന്ന് അതിന്റെ കൊമ്പിലേക്ക് അവരുടെ ആരോഗ്യത്തിൽ അവരത് കാണുവാൻ തുടങ്ങി. എല്ലാ രോഗങ്ങളും വരെ വിട്ടു പോകുവാൻ തുടങ്ങി. അതുകൊണ്ട് ഞാൻ ആളുകളെ ഉത്സാഹിപ്പിക്കാറുണ്ട്, നിങ്ങൾ ദൈവവചനം ബിലവഡിലുള്ള മെസ്സേജുകൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക, വീണ്ടും വീണ്ടും കേട്ടുകൊണ്ടിരിക്കുക. എപ്പോൾ വരെ ആ ജീവൻ ആത്മീയ മേഖലയിൽ നിന്ന് നിങ്ങളുടെ ശരീരത്തിലൂടെ ഒഴുകാൻ തുടങ്ങുന്നത് വരെ അത് കേട്ടുകൊണ്ടേയിരിക്കുക. മുന്നോട്ട് നമുക്ക് വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 24-ാം വാക്യം. 2 യജമാനന്മാരെ സേവിക്കാൻ ആർക്കും കഴിയില്ല. അങ്ങനെ ചെയ്താൽ ഒരുത്തനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയുകയില്ല. നിങ്ങൾ നിങ്ങളുടെ ചുറ്റും നോക്കുകയാണെങ്കിൽ കാലചക്രത്തിന്റെ മേഖലയിൽ എല്ലാ മനുഷ്യരും രാവിലെ എഴുന്നേൽക്കുന്നു, അവർ റെഡി ആവുന്നു, അവർ പുറത്തു പോകുന്നു ജോലി ചെയ്യാൻ വേണ്ടി. നിങ്ങൾ ആരെയാണ് സേവിക്കുന്നത്? പൈസയാണോ സേവിക്കുന്നത്? പക്ഷേ സ്വർഗരാജ്യത്തിൽ നമ്മൾ പൈസയുടെ സേവയല്ല, പൈസയല്ല നമ്മൾ സേവിക്കുന്നത്. പക്ഷെ പൈസ നമ്മുടെ സേവ ചെയ്യും, നമ്മെ സേവിക്കും. അതുകൊണ്ട് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ധനത്തിന് മുഖ്യ സ്ഥാനം കൊടുക്കുന്നു. നമ്മൾ ധനത്തിന് സേവിക്കാനല്ല നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമുക്ക് വായിക്കാം 25-ാം വാക്യം മുതൽ 25-ാം വാക്യം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്തൊടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ? ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നതുമില്ല, എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയെക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലയോ? വിചാരപ്പെടുന്നതിനാൽ തന്റെ നീളത്തോട് 1 മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും? ഉടുപ്പിനെ കുറിച്ച് വിചാരപ്പെടുന്നതുമെന്ത്? വയലിലെ താമര എങ്ങനെ വളരുന്നു എന്ന് നിരൂപിപ്പിൻ. അവ അധ്വാനിക്കുന്നില്ല, നൂൽക്കുന്നതുമില്ല. എന്നാൽ ശലോമോൻ പോലും തന്റെ സർവ്വ മഹത്വത്തിലും ഇവയിൽ ഒന്നിനോണം ചമഞ്ഞിരുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയിക്കുന്നു എങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങൾ എത്രയധികം. ആകയാൽ നാം എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് എന്തൊടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. ജാതികൾ ഇത് ആദമിലൂടെ
തന്നെത്താൻ അനാഥരായി കാണുന്നവർ ഇതിനെക്കുറിച്ചെല്ലാം ചിന്തിക്കുന്നു, അന്വേഷിക്കുന്നത്. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നുവല്ലോ. ഞാൻ എൻ്റെ ജീവിതത്തിൽ വളരെയധികം സമയം ക്രിസ്ത്യ ജീവിതത്തിൽ ഈ സത്യത്തിലാണ് ജീവിച്ചത്. എൻ്റെ പിതാവ് അറിയുന്നു എനിക്ക് എല്ലാ കാര്യങ്ങളുടെയും ആവശ്യമുണ്ട് എന്ന്. മുന്നോട്ട് വചനം പറയുകയാണ്, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. അതിൻ്റെ അർത്ഥം നാളത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കാതിരിക്കുക, അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത്. നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ. നിങ്ങൾ എങ്ങനെയാണ് അതിനെ സേവിക്കുന്നത്? ചിന്തിച്ചുകൊണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്, ഒരു സമയത്ത് ഞാൻ ചിന്തിക്കുമായിരുന്നു എൻ്റെ ധനത്തെക്കുറിച്ച്, എൻ്റെ ആവശ്യങ്ങൾ എങ്ങനെ പൂർത്തീകരിക്കുമെന്ന്. എനിക്ക് ഓർമ്മയുണ്ട്, സ്വപ്നത്തിൽ പിതാവായ ദൈവം എന്നോട് സംസാരിക്കുകയായിരുന്നു. ഒരു മലയുടെ അടിവാരത്തിൽ പിതാവിനോട് പറഞ്ഞു, ഞാൻ നിന്റെ ഇടയനാകുന്നു, നിനക്കൊന്നിൻ്റെയും മുട്ടുണ്ടാകുകയില്ല, എപ്പോഴേക്കും നിന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നത് ഞാനായിരിക്കുമെന്ന്. നിന്റെ ഏറ്റവും വലിയ വിശ്രമം ഇതായിരിക്കും, നീ എൻ്റെ പുത്രനാണ്, ഞാൻ നിന്റെ പിതാവാണ്, നിന്റെ എല്ലാ ആവശ്യങ്ങളും ഞാൻ പൂർത്തീകരിക്കുമെന്നുള്ളതായിരുന്നു. എനിക്ക് തോന്നുമായിരുന്നു എൻ്റെ മുഴുവൻ ജീവിതത്തിന് വേണ്ടി ഈ വെളിപ്പാട് മതിയാകുമെന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷെ കഴിഞ്ഞ മാസം മുതൽ എനിക്ക് പുതിയൊരു വെളിപ്പാട് പരിശുദ്ധാത്മാവ് തരുവാനിടയായി. അവൻ എന്നെ പഠിപ്പിച്ചു, നിനക്ക് ഞാൻ ഈ വെളിപ്പാട് തന്നു, ഇപ്പോൾ നീ ഒരു ബാലനെ പോലെയല്ല, ഇപ്പോൾ ഞാൻ നിന്നെ ധനത്തിന്റെ മേഖലയിലും ആ പരിപൂർണത പഠിപ്പിക്കും. എങ്ങനെയാണോ എന്നെ നേരത്തെ സ്വർഗീയ ആരോഗ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചത്, ഞാൻ എങ്ങനെ ഈ ഭൂമിയിൽ ജീവിച്ചുകൊണ്ട് സ്വർഗീയ ആരോഗ്യത്തിൽ നിലനിൽക്കേണ്ടത് എൻ്റെ സ്വഭാവത്തിലുള്ളതാകുമ്പോൾ അതെന്നെ പഠിപ്പിക്കുവാനിടയായി. എൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ഒരു ജീവൻ നൽകുന്ന ആത്മാവാണ്. അതുകൊണ്ട് എൻ്റെ സ്വഭാവം നൽകുക എന്നുള്ളതാണ്, അല്ലാതെ ഈ ലഭിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക എന്നുള്ളതല്ല. എനിക്ക് ഓർമ്മയുണ്ട്, ഒരു പെൺകുട്ടി എൻ്റെ കൂടെ ജോലി ചെയ്തുകൊണ്ടിരുന്നു. അവൾ ആഗ്രഹിച്ചു, അവളുടെ സ്വപ്നത്തിൽ വന്ന് യേശു അവളോട് സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചു. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, നീ ആദ്യം ഉറങ്ങൂ എന്ന് പറഞ്ഞു. 6 മാസത്തിന് ശേഷം അവൾ എന്നെ കാണുവാനിടയായി. അവൾ എന്നോട് പറഞ്ഞു, മാം, യേശു എൻ്റെ സ്വപ്നത്തിൽ വന്നു, അന്നു മുതൽ ഞാൻ വെള്ള വസ്ത്രമാണ് ധരിക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ അവളോട് ചോദിച്ചു, എന്തുകൊണ്ട്? അവൾ എന്നോട് പറഞ്ഞു, യേശു എന്നോട് പറഞ്ഞു വെള്ള വസ്ത്രം ധരിക്കാൻ പറഞ്ഞു എന്ന്. ഞാൻ അവളോട് പറഞ്ഞു, ആദ്യം നിങ്ങൾ ആ സ്വപ്നത്തിന്റെ തെറ്റായ അർത്ഥമാണ് എടുക്കുന്നതെന്ന്, നീ എന്നോട് ആ സ്വപ്നം പറയുക എന്ന് പറഞ്ഞു. അവൾ യേശു അവളുടെ മുമ്പിൽ ഇരിക്കുന്നത് കണ്ടു. യേശു അവളുടെ മുമ്പിൽ തലയിൽ കൈവച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടു. ആ പെൺകുട്ടിയും എല്ലാ കാര്യങ്ങളിലും അധികം ചിന്തിക്കുന്നവളായിരുന്നു. യേശുവിനെയും അവൾ അതുപോലെ തന്നെ കാണുകയാണ്. യേശു അവളോട് പറയുകയാണ്, പറയൂ, നിന്റെ പ്രശ്നങ്ങൾ എന്നോട് പറയുക എന്ന് പറയുകയാണ്. ആ സ്ത്രീ പറയാൻ തുടങ്ങി, ആ പെൺകുട്ടി പറയാൻ തുടങ്ങി എല്ലാ കാര്യങ്ങളും. അപ്പോൾ യേശു പറയുകയാണ്, എല്ലാ ചിന്തയും എല്ലാ പ്രശ്നങ്ങളും എന്റെയും ചെയ്യാനുള്ള കാര്യം നീ ശാന്തമായിരിക്കുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞു. ഞാൻ എങ്ങനെ വെള്ളവസ്ത്രം ധരിച്ചിരിക്കുന്നു അതുപോലെ നീയും വെള്ളവസ്ത്രം ധരിക്കുക എന്നവളോട് പറഞ്ഞു. അവൾ സത്യത്തിൽ വെള്ളവസ്ത്രം ധരിക്കാൻ തുടങ്ങി. പക്ഷേ യേശു അവളോട് പറഞ്ഞത് ആ നീതിയുടെ ബോധത്തെക്കുറിച്ചുള്ള ആ മനസ്സിനെ കുറിച്ചായിരുന്നു അവളോട് പറഞ്ഞത്. ഞാൻ നിങ്ങളോട് പറയുകയാണ്, നമ്മൾ എത്രയധികം ഈ ജീവന്റെ വൃക്ഷത്തിൽ, ഈ നീതിബോധത്തിൽ, അവിടെ പാപത്തിന്റെ ഹൃദയമില്ല, ദോഷം നിരൂപിക്കുന്ന ഹൃദയമില്ല, എത്രയധികം നമ്മൾ അവിടെ ജീവിക്കുന്നുവോ അവിടെ എവിടെയാണ് നമ്മുടെ അടിസ്ഥാനം? നമ്മുടെ രക്തത്തിലൂടെയുള്ള സന്തതിയാണെന്നുള്ള അടിസ്ഥാനത്തിൽ എല്ലാ കാര്യങ്ങളും നമ്മളോട് കൂടെ യോജിച്ചു വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എല്ലാ മേഖലകളും മണ്ഡലങ്ങളും നിങ്ങളുടെ ചുറ്റുമുള്ളത് അത് മാറുന്നത്, നിങ്ങൾക്ക് കാലാവസ്ഥകളും മാറുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ അവന്റെ രക്തത്തിലൂടെയുള്ള സന്തതിയാണെന്നുള്ള കാര്യത്തിലൂടെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മുഴുവൻ സൃഷ്ടികളും നിങ്ങളുടെ വാക്കുകൾ അനുസരിക്കുന്നത്, ഒരു പുത്രന്റെ വാക്കുകളെ അനുസരിക്കുന്നത്, ഒരു ക്രിസ്ത്യാനിയുടേതല്ല, ഒരു ശിഷ്യന്റേതല്ല, ഒരു പുത്രന്റേത് അനുസരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 2 വെളിപ്പാടിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. അതിലൂടെ പുത്രൻ ജീവിക്കുന്നതിനെ കുറിച്ച്. അത് ഏത് വെളിപ്പാടാണ് നമ്മൾ പഠിച്ചത്? പുത്രൻ ഒന്നിനെ കുറിച്ചും ചിന്തിച്ച് വിചാരപ്പെടാറില്ല എന്ന്. നിങ്ങൾ ഇന്ന് വിചാരപ്പെടുന്നത് നിങ്ങൾക്ക് നിർത്താൻ സാധിക്കുമോ? നിങ്ങൾ വിചാരപ്പെടുന്നത് നിർത്താൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അത് പൂർത്തീകരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മൾ ദശാംശം കൊടുക്കുന്നില്ല എങ്കിലും നമ്മൾക്ക് ആ മേഖലയിൽ ജീവിക്കാൻ സാധിക്കും. അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും പിതാവിലൂടെ പൂർത്തീകരിക്കപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കും.
ബൈബിളിൽ നമുക്ക് മുടിയനായ പുത്രനെ കുറിച്ച് വായിക്കാൻ സാധിക്കും. ഒരു പുത്രൻ അവന്റെ പിതാവിന്റെ ധനവുമായി പുറത്തു പോവുകയാണ്. അവിടെ അവൻ ചതിക്കപ്പെടുകയാണ്. തിരിച്ച് അവൻ പശ്ചാത്തപിച്ച് ഭവനത്തിലേക്ക് വരികയാണ്. പിതാവ് അവനെ വീണ്ടും അവന്റെ സമ്പത്തിൽ അവനെ ഉൾപ്പെടുത്തുകയാണ്. അവന്റെ എല്ലാ ആവശ്യങ്ങളും പൂർത്തീകരിച്ചു കൊടുക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ അത് പിതാവിന്റെ സ്നേഹത്തിൽ അധിഷ്ഠിതമായിരിക്കുന്നു. നമ്മൾ വേറൊരു വെളിപ്പാടിനെ കുറിച്ച് അടുത്ത ആഴ്ച പഠിക്കാൻ പോവുകയാണ്. അതിൽ നിങ്ങളെ തന്നെ വിശുദ്ധരായി നിങ്ങൾ വ്യത്യസ്തരാക്കി നിങ്ങൾക്ക് വെക്കാൻ സാധിക്കും. അവിടെ ആർക്കും നിങ്ങളെ തൊടുവാൻ സാധിക്കില്ല. മുന്നോട്ട് നമുക്ക് വായിക്കാം. 1 പത്രോസ് 5-ാം അധ്യായം 5-ാം വാക്യം മുതൽ. ദൈവത്തിന് നിങ്ങളെ തന്നെ സമർപ്പിപ്പിൻ, സാത്താനോട് എതിർത്ത് നിൽപ്പിൻ. ഔവണ്ണം ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുവിൻ. എല്ലാവരും തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളുവിൻ. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നു. എങ്ങനെ താഴ്മയുള്ളവരാകാം? 6-ാം വാക്യം. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴെ താണിരിപ്പിൻ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേലിട്ടുകൊള്ളുവിൻ. ഇവിടെ വചനം നമ്മളോട് പറയുകയാണ്, നമുക്ക് താഴ്മയുള്ളവരാൻ സാധിക്കും നമ്മൾ ചിന്തിക്കാതിരിക്കുമ്പോൾ. എഴുതിയിരിക്കുകയാണ്, നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞു ചുറ്റി നടക്കുന്നു. വിശ്വാസത്തിൽ ഉറപ്പുള്ളവരായി ഇത് അറിഞ്ഞുകൊണ്ട് അവനോട് എതിർത്ത് നിൽക്കണം. ഇവിടെ വചനം നമ്മളോട് എന്താണ് ഓർമ്മപ്പെടുത്തുന്നത്? ഇതാണ്, നമ്മൾ ചിന്താകുലം ഉള്ളവരാകാതിരിക്കുക, ഒന്നിനെ കുറിച്ചും ചിന്തിക്കാതിരിക്കുക. നമ്മൾ ചിന്തിക്കാറില്ല. എന്തുകൊണ്ടെന്നാൽ നമുക്കൊരു പിതാവായ ദൈവമുണ്ട്. എനിക്ക് നിശ്ചയത്തോടെ പറയാൻ സാധിക്കും, കഴിഞ്ഞ 20 വർഷമായി ദൈവം എനിക്ക് ഞാൻ ചോദിച്ചതിലും അധികം തന്നു. ഈ വർഷങ്ങളിൽ ഞാൻ കണ്ടു, എപ്പോഴും ഞാൻ ഉയർച്ചയിലേക്കും വളർച്ചയിലേക്കും എൻ്റെ പിതാവിനെ കൊണ്ടുപോയി. എന്തുകൊണ്ടെന്നാൽ എൻ്റെ വിശ്വാസമായിരുന്നു എൻ്റെ പിതാവായ ദൈവം എന്നെ വളരെയധികം സ്നേഹിക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് എൻ്റെ പിതാവുള്ളത് കൊണ്ട് എനിക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. മുന്നോട്ട് നമുക്ക് വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 10-ാം വാക്യം. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല, അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്ര ഞാൻ വന്നിരിക്കുന്നത്. ആർക്കെങ്കിലും കുറവുണ്ടാകുന്നതിന്റെ വിപരീത അർത്ഥം എന്താണ്? അതിന്റെ വിപരീത അർത്ഥം എന്താണ്? ആർക്കെങ്കിലും എന്തിന്റെയെങ്കിലും കുറവ് ഉണ്ടാകാതിരിക്കുക, പരിപൂർണത. യേശു എന്താണ് പറയാൻ വന്നത്? ആദമിന് കുറവുണ്ടാകാം, പക്ഷേ അവിടെ പുത്രൻ വരുമ്പോൾ യേശു പറയുകയാണ്, ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ട് ജീവൻ ഉണ്ടാകുവാനുമാണ്. സമൃദ്ധിയായ ജീവൻ. സ്വർഗത്തിൽ എല്ലാത്തിൻ്റെയും സമൃദ്ധിയാണുള്ളത്. ദൈവം ഒരിക്കലും ഒരു വൃക്ഷമല്ലായിരുന്നു അവർക്ക് കൊടുത്തത്, വളരെയധികം വൃക്ഷങ്ങൾ അവർക്ക് നൽകി. സമൃദ്ധി, ആ ശബ്ദത്തിന് വളരെയധികം അർത്ഥങ്ങളുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ മെസ്സേജിൽ നമ്മൾ അതിന്റെ അർത്ഥങ്ങൾ നമ്മൾ കാണുവാനിടയായി. അതിന്റെ ഒരർത്ഥം ഇതാണ്, നമ്മൾ ചോദിക്കുന്നതിലും വളരെയധികം, നമ്മുടെ ചിന്തിക്കുന്നതിലും നമ്മുടെ ആവശ്യത്തിലും അധികം. എനിക്ക് ഈ ശബ്ദം, ഈ വാക്ക് വളരെ ഇഷ്ടമാണ്, അസാധാരണമായിട്ടുള്ളത്. യേശു വന്നു നമുക്ക് ജീവൻ നൽകുവാൻ, അസാധാരണമായ ജീവൻ നൽകുവാൻ. നിങ്ങൾക്കറിയാമോ അതിന്റെ അർത്ഥം എന്താണെന്ന്? അസാധാരണം എന്നുള്ളതിന്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് വായിക്കാം. യോഹന്നാൻ 2-ാം അധ്യായം. ഇവിടെ നമ്മുടെ അവകാശങ്ങളെ കുറിച്ച് പറയുന്നു. വെള്ളം എന്ന് പറയുന്നത് സാധാരണമാണ്, പക്ഷെ വീഞ്ഞ് അത് സാധാരണമാണോ? പുത്രന്റെ കയ്യിൽ എന്താണുള്ളത്? സാധാരണമായിട്ടുള്ള ഒന്ന് അത് അസാധാരണമായി മാറുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ സ്വർഗത്തിൽ ഒന്നിന്റെയും കോമ്പറ്റീഷൻ ഇല്ല. അവിടെ 10 പുത്രന്മാർ ഇവിടെ ഉണ്ടെങ്കിൽ, കുർത്ത ഉണ്ടാക്കുകയാണെങ്കിൽ 10ലും 10 പേർക്കും ആ കാര്യത്തിൽ അനുഗ്രഹം അവർ അനുഭവിക്കുവാനിടയാവും. എന്തുകൊണ്ടെന്നാൽ പുത്രന്റെ കൈ, അത് നിങ്ങളുടെ കൈ, അതിൽ ഏതിലാണോ ആ കുർത്ത ഉണ്ടാക്കുന്നത്, അതിൽ ആ കുർത്ത ഉണ്ടാക്കുമ്പോൾ അതിനുവേണ്ടി ആരും 5000 രൂപ വരെ തരാൻ തയ്യാറാകും. ബ്രാൻഡഡ് ആയിട്ടുള്ള തുണി അത് എന്താണ്? അതൊരു സാധാരണമായിട്ടുള്ള ഒരു തുണിയും നിങ്ങളതിൽ ഒരു ബ്രാൻഡ് എഴുതി കൊടുക്കുകയാണെങ്കിൽ അത് അസാധാരണമായി മാറുകയാണ്. ഇത് വീണ്ടും ലോകപരമായിട്ടുള്ള കാര്യമാണ്. യേശു ഒരു വിവാഹത്തിന് പോവുകയാണ്, അവിടെ വീഞ്ഞു തീർന്നു പോവുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ പുത്രന്റെ ചെവിയിൽ ഒരു രീതിയിലുള്ള കുറവും ഉണ്ടാകില്ല. അത് അവരുടെ ചെവിക്ക് വേണ്ടിയുള്ളതല്ല. എന്തുകൊണ്ടെന്നാൽ പുത്രൻ സ്വയം നിറവാണ്. അതുകൊണ്ട് യേശു അവിടെ പറയുകയാണ്, നിങ്ങളുടെ കയ്യിലുള്ളത് എനിക്ക് തരിക, സാധാരണമായിട്ടുള്ളത് അതെനിക്ക് തരിക, ഞാൻ അതിനെ അസാധാരണമാക്കാം. അതുകൊണ്ട് പുത്രന്റെ കയ്യിൽ, ചിലപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിലായിരിക്കാം, എന്തെങ്കിലും പ്രോഡക്റ്റ് ആയിരിക്കാം, പക്ഷെ പുത്രന്റെ കയ്യിൽ അത് അസാധാരണമായി മാറുകയാണ്.
എന്തുകൊണ്ടെന്നാൽ നമ്മൾ അവന്റെ രക്തത്തിലൂടെ ജനിച്ചവരാണ്. അതുകൊണ്ട് ഇപ്പോൾ എല്ലാ സൃഷ്ടികളും ആ ഒന്നിലേക്ക് മാത്രം അവരുടെ കണ്ണ് നട്ടവർ നോക്കിയിരിക്കുകയാണ്, അസാധാരണമായിട്ടുള്ളതിൽ. അതാണ് നമ്മുടെ ജീവിതത്തിൽ വളർച്ച കൊണ്ടുവരുന്നത്. ആളുകൾക്കറിയാം ഞാൻ കോസ്റ്റ്യൂം ഉണ്ടാക്കുന്ന ആളാണ്. പക്ഷേ അത് എൻ്റെ കയ്യിൽ ആ വസ്തു വരുമ്പോൾ അത് അസാധാരണമായി മാറുകയാണ്. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു തുണിയായിരിക്കാം, പിന്നെ അതൊരു വലിയൊരു സെലിബ്രിറ്റിയിലൂടെ അത് ഇട്ട് കാണുവാനിടയാകും. ചിലപ്പോൾ ആ സൂട്ടിൻ്റെ അതിൻ്റെ വില അത് വളരെ സാധാരണമായിരിക്കാം പുറത്തുള്ള ആളുകൾക്ക് വേണ്ടി. പക്ഷെ അതൊരു പുത്രന്റെ കയ്യിൽ ആ വസ്തു വരുമ്പോൾ അത് അസാധാരണമായി മാറുകയാണ്. ഞാൻ ആ വസ്തു നോക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ അത് അതിൻ്റെ തുണി നല്ലതല്ലായിരിക്കാം, അതിൻ്റെ തുണി ഏറ്റവും നല്ലതല്ലായിരിക്കാം. പക്ഷേ ഒരു പുത്രന്റെ കയ്യിൽ ആ പ്രോഡക്റ്റ് അത് അസാധാരണമായി മാറിയിരിക്കുകയാണ്. മുന്നോട്ട് നമുക്ക് വായിക്കാം. ലൂക്കോസ് 5-ാം അധ്യായം. പ്രധാന ശിഷ്യന്മാരെ വിളിക്കുന്നു. ഇവിടെ യേശു ആദ്യമായി പത്രോസിന്റെ വള്ളത്തിൽ പോവുകയാണ്. അവൻ ഗന്നേസരി തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാനം ദൈവവചനം കേൾക്കേണ്ടതിന് അവൻ എത്തിക്കൊണ്ടിരിക്കയിൽ 2 പടക് കരയ്ക്ക് അടുത്ത് നിൽക്കുന്നത് അവൻ കണ്ടു. അവയിൽ നിന്ന് മീൻ പിടിക്കാൻ ഇറങ്ങി വല കഴുകുകയായിരുന്നു. ആ പടകുകളിൽ ശിമോനുള്ളതായ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കേണമെന്ന് അവനോട് അപേക്ഷിച്ചു. അങ്ങനെ അവൻ പടകിലിരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശിമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻ പിടുത്തത്തിന് വല ഇറക്കുവീൻ എന്ന് പറഞ്ഞു. അതിന് ശിമോൻ, നാഥാ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വല ഇറക്കാം എന്നുത്തരം പറഞ്ഞു. അവർ അവൻ ഇങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ട് വല കീറാറായി. അവർ മറ്റേ പടകിലുള്ള കൂട്ടാളികൾ വന്ന് സഹായിപ്പാൻ അവരെ മാടി വിളിച്ചു. അവർ വന്ന് പടക് 2 മുങ്ങുമാറാകുവോളം നിറച്ചു. ശിമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിന്റെ കാൽക്കൽ വീണു. കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടു പോകണമേ എന്ന് പറഞ്ഞു. അവർക്കുണ്ടായ മീൻ പിടുത്തത്തിൽ അവന്റെ കൂടെയുള്ളവർക്ക് എല്ലാവർക്കും സംഭ്രമം പിടിച്ചിരുന്നു. ശിമോന്റെ കൂട്ടാളിയായ യാക്കോബ്, യോഹന്നാൻ എന്ന സെബദി മക്കൾക്കും ഔവണ്ണം തന്നെ. യേശു ശിമോനോട്, ഭയപ്പെടേണ്ട, ഇന്ന് മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവൻ ആകുമെന്ന് പറഞ്ഞു. ഇവിടെ വചനം പറയുകയാണ്, പത്രോസ് പറയുകയാണ്, ഞങ്ങൾ രാത്രി മുഴുവനും ഞങ്ങൾ ശ്രമിച്ചു, പക്ഷെ സമയം അത് പുത്രന്റെ കയ്യിലാണ്. അത് ആ പുത്രന്റെ കയ്യിൽ വരുമ്പോൾ അത് അസാധാരണമായി മാറുകയാണ്. ആ ചെറിയ സമയം കൊണ്ട് യേശു പത്രോസിന്റെ വള്ളത്തിലായിരുന്നപ്പോൾ അവർ ഇത്രയധികം മീൻ പിടിക്കുകയാണ്. ചിലപ്പോൾ അവർ 3-4 ആഴ്ച കൊണ്ട് പോലും ഇത്രയധികം മീൻ അവർക്ക് പിടിക്കാൻ സാധിക്കില്ലായിരുന്നു. എന്തുകൊണ്ടെന്നാൽ വചനത്തിൽ എഴുതിയിരിക്കുന്നു, അവിടെ 2 വള്ളം ഉണ്ടായിരുന്നു, അത് ഇത്രയധികം നിറഞ്ഞു. പടകുണ്ടായിരുന്നു, അത് മുങ്ങുമാറായി. അവിടെ എഴുതിയിരിക്കുകയാണ്, അവരതിനെ എണ്ണി നോക്കിയപ്പോൾ അവർക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു ഈ വ്യക്തി അത് ആരാണെന്ന്. ആളുകൾ നിങ്ങളെ നോക്കുമ്പോൾ അവർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും നിങ്ങൾ എവിടെ നിന്നുള്ളവരാണെന്ന്. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ സ്വയം അസാധാരണമാണ്. ആളുകൾ നിങ്ങളെ നോക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ വളർച്ചയെ ചിലപ്പോൾ ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ടി കാണും ആ ഭാഗത്തെത്തുവാൻ വേണ്ടി. പക്ഷെ നിങ്ങൾ ചെറിയ സമയം കൊണ്ട് നിങ്ങൾ അവിടെ എത്തിപ്പെട്ടത് കാണുമ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾ എവിടെ നിന്നാണ് വന്നതെന്ന്. ആ ചെറിയ കാര്യത്തിൽ യേശു അവനെ സമൃദ്ധിയായി അവനെ അനുഗ്രഹിച്ചു. പത്രോസ് നോക്കിയപ്പോൾ പറയുകയാണ്, എനിക്കിതൊന്നും വേണ്ട, എനിക്ക് സ്വയം അനുഗ്രഹം നൽകുന്നവൻ എനിക്ക് ലഭിച്ചിരിക്കുന്നു. പത്രോസ് നോക്കുമ്പോൾ പറയുകയാണ്, എനിക്കിതൊന്നും വേണ്ട, എനിക്കിപ്പോൾ സ്വയം അനുഗ്രഹം നൽകുന്നവൻ ലഭിച്ചിരിക്കുകയാണ്. നിങ്ങൾക്കറിയാമോ, നിങ്ങൾ ഓരോ വിത്തും വിളവിൽ നിങ്ങൾ ഇടുമ്പോൾ അത് ഫലം കൊണ്ടുവരുവാനിടയായിത്തീരും. സമയം എൻ്റെയും നിങ്ങളുടെയും കയ്യിൽ, പുത്രന്റെ കയ്യിൽ അത് വളർന്നുകൊണ്ടിരിക്കും. നമുക്ക് ചിലപ്പോൾ തോന്നും നമ്മൾ 10 ദിവസം ജോലി ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്ന്. ഇല്ല, നിങ്ങൾ 10 ദിവസം നിങ്ങൾ ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കുമ്പോൾ നിങ്ങൾ 1 ദിവസം ജോലി ചെയ്താൽ മതി. മുന്നോട്ട് നമുക്ക് വായിക്കാം. റോമർ 6-ാം അധ്യായം. ഞാൻ ഈ വചനങ്ങൾ വായിക്കുന്നു എന്തുകൊണ്ടെന്നാൽ ഈ വചനത്തിലൂടെയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ വ്യത്യാസത്തെ, പരിവർത്തനത്തെ കണ്ടത്. 8-ാം വാക്യം. നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടെ ജീവിക്കും എന്ന് വിശ്വസിക്കുന്നു. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കയാൽ ഇനി മരിക്കയില്ല, മരണത്തിന് അവന്റെ മേൽ ഇനി കർത്തൃത്വമില്ല എന്ന് നാം അറിയുന്നുവല്ലോ. എന്നിലും നിങ്ങളിലും ഇനി മരണത്തിന് അധികാരമില്ല.
യേശു അവന്റെ തിരിച്ചറിവിൽ പറഞ്ഞു, ഇങ്ങനെയല്ല പറഞ്ഞത് എന്തെങ്കിലും കുറവുണ്ടെന്ന്. അവൻ പറഞ്ഞത് ഞാൻ സമൃദ്ധിയാണ് എന്നാണ്, സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാനാണ് വന്നതെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ എന്റെയും നിങ്ങളുടെയും തിരിച്ചറിവ് അതുപോലെയാണ്. ഞാൻ സ്വയം നിറവാണ്, അവനിൽ പിന്നെ മരണത്തിന് കർത്തൃത്വമില്ല, എന്നിൽ പിന്നെ മരണത്തിന് കർത്തൃത്വമില്ല. എഴുതിയിരിക്കുകയാണ്, അവൻ മരിച്ചത് പാപസംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു, അവൻ ജീവിക്കുന്നതോ ദൈവത്തിന് ജീവിക്കുന്നു. ഔവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുവേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവീൻ. അതിന്റെ അർത്ഥം നമ്മുടെ പഴയ മനുഷ്യൻ ആദമിൽ നിന്നുണ്ടായിരുന്നത്, അവന്റെ എല്ലാ കാര്യങ്ങളെയും നമ്മൾ മരിച്ചതായി കാണുക, ഈ ലോകത്തെക്കുറിച്ച് മറന്നു കളയുക. യേശു പറഞ്ഞു, ഞാൻ ഈ ലോകത്തിലുണ്ട് എങ്കിലും ഞാൻ ലോകത്തിൽ നിന്നുള്ളവനല്ല. അവൻ ഒരു രീതിയിലും അവന്റെ തിരിച്ചറിവ് ആദത്തിലൂടെയല്ല ഉണ്ടാക്കിയത്. എല്ലാ കാര്യത്തിലും അവൻ മറക്കുന്നില്ലായിരുന്നു അവൻ എവിടെ നിന്നാണ് വന്നത് എന്ന്. അതാണ് എന്റെയും നിങ്ങളുടെയും തിരിച്ചറിവ്. എല്ലാ കാര്യങ്ങളിലും നീതിബോധം, അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മൾ എല്ലാ കാര്യങ്ങളിലും തന്നെത്താൻ അസാമാന്യരായി അസാധാരണക്കാരായി കാണുക. ഞാനിപ്പോൾ ദൈവത്തിന്റെ പുത്രനാണ്. എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ അടുത്ത് വരുന്നത് നിങ്ങളുടെ ഈ ചിന്ത നിങ്ങളിൽ നിന്ന് മാറിപ്പോകാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ ചർച്ചിലുള്ള ഗീതു അവരുടെ ജീവിതത്തിൽ എല്ലാം പ്രശ്നങ്ങളായിരുന്നപ്പോൾ ഒരു കാര്യത്തിൽ മാത്രമായിരുന്നു അവിടെ വിശ്രമം. പിതാവ് എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്നതെല്ലാം എനിക്ക് ലഭിക്കുമെന്ന് അവൾ വിശ്വസിച്ചു. അവൾ ആരുടെയും പുറകെ ഓടിയില്ല. എന്താണ് സംഭവിച്ചത്? എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ അവൾക്ക് ലഭിക്കുവാനിടയായി. എന്തുകൊണ്ടെന്നാൽ പുത്രന്റെ ജീവിതത്തിൽ മരണമില്ല. നിങ്ങൾ ഈ വചനം കേൾക്കുന്നതിലൂടെ എന്റെ വിശ്വാസമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിന്റെ സാമ്പത്തിക മേഖലയിൽ ഒരു വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ജീവൻ ഒഴുകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങൾ ആരാണെന്ന്. അത് നിന്നു പോകുന്നത് സത്യത്തിൽ നിങ്ങൾ ജീവൻ നൽകുന്ന ഒരു ആത്മാവാണ്. ആ പുനരുത്ഥാന ജീവൻ നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു. പക്ഷെ ആളുകൾ നിങ്ങൾ പാപിയാണെന്ന് നിങ്ങളോട് പറയും. ആ തിരിച്ചറിവ്, ആ നുണ, അത് നമ്മുടെ ജീവിതത്തിൽ ഈ ബന്ധനത്തെ കൊണ്ടുവരുന്നു. നിങ്ങൾ എത്രയധികം വചനം കേൾക്കുന്നോ നിങ്ങൾ അതിനോടുകൂടെ അംഗീകരിക്കുകയാണ്. അപ്പോൾ ആ ജീവൻ വേറെ എവിടുന്നുമല്ല, നിങ്ങളുടെ ജീവിത അകത്ത് നിന്ന് ഒഴുകാൻ തുടങ്ങും. മുന്നോട്ട് നമുക്ക് വായിക്കാം. 2 തിമോത്തിയോസ് 1-ാം അധ്യായം 10-ാം വാക്യം മുതൽ ഞാൻ വായിക്കുന്നു. ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ രക്ഷിതാവായ ക്രിസ്തുവേശുവിന്റെ പ്രത്യക്ഷതയാൽ വെളിപ്പെട്ടിരിക്കുന്നതുമായ തന്റെ സ്വന്തം നിർണയത്തിനും കൃപയ്ക്കും ഒത്തവണ്ണം അത്രേ. അവൻ എന്താണ് ചെയ്തത്? അവൻ മരണത്തെ നീക്കി ജീവനും അക്ഷയതയും വെളിപ്പെടുത്തി. അക്ഷയത എന്താണ്? മരണത്തിന്റെ പ്രഭാവം ഇല്ലാതിരിക്കുക. അതാണ്. ആദം എന്തുകൊണ്ടാണ് മരിച്ചത്? പാപത്തിലൂടെ അവൻ മരണത്തിലേക്ക് വരുവാനിടയായി. പക്ഷെ പാപത്തിന്റെ ശിക്ഷ ക്രൂശിൽ പൂർത്തീകരിച്ചിരിക്കുന്നു. ഇപ്പോൾ എനിക്കും നിങ്ങൾക്കും ജീവിക്കാൻ സാധിക്കുമോ? നിങ്ങളെ തന്നെ നീതിബോധത്തിൽ ജീവിക്കുന്നത് കാണാൻ തുടങ്ങുക. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ജീവന്റെ സമൃദ്ധി നിങ്ങളിൽ നിലനിൽക്കുന്നത് കാണാൻ സാധിക്കും. എല്ലാ കാര്യങ്ങളും നിങ്ങളിൽ ഉള്ളത്, എല്ലാ കണങ്ങളും നിങ്ങളിലുള്ളത്, അതെല്ലാം തിരിച്ച് ആ സ്ഥാനത്തേക്ക്, ആദമിന് കൊടുത്ത ആ സ്ഥാനത്തേക്ക് തിരിച്ചു വരികയാണ്. മുന്നോട്ട് നമുക്ക് വായിക്കാം. എബ്രായർ 2-ാം അധ്യായം. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി. ആരൊക്കെയായിരുന്നു മരണത്തിന്റെ ഭയത്തിൽ? നമ്മളെല്ലാവരും മരണഭയത്താൽ ജീവപര്യന്ത മരണഭീതിയിൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു. നിങ്ങളുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും മേഖലയിൽ മരണത്തിന്റെ ഭയമുണ്ടോ? അല്ല, ചിലപ്പോൾ ഏതെങ്കിലും ക്ലയന്റിന് നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം, അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൽ എന്തെങ്കിലും ഭയം, നിങ്ങളുടെ പ്രിയപ്പെട്ടവർ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം, എല്ലാം ആ മരണത്തിന്റെ പ്രഭാവത്തിൽ നിന്നുള്ളതാണ്. വചനം പറയുകയാണ്, ഞാൻ അവരെ വിടുവിച്ചു. ആരൊക്കെ മരണഭയത്തിൽ ഉണ്ടായിരുന്നവോ, അടിമകളായിരുന്നു, അതിൽ അകപ്പെട്ടിരുന്നവരുണ്ടോ, അവരെല്ലാം വിടുവിച്ചു. ആ അടിമത്വം എന്ന് പറയുന്നത് മരണത്തിന്റെ അടിമത്വമായിരുന്നു. അതിൽ ഒരു അടിമയായിട്ടായിരുന്നു. ഇപ്പോൾ ഞാൻ അറിയുന്നു, ഈ മരണം എൻ്റെ കാലിന്റെ കീഴെയാണ്. ഇനി ഞാൻ വീണ്ടും അടിമത്വത്തിലല്ല. എന്തുകൊണ്ടെന്നാൽ ഞാൻ ഇപ്പോൾ ജീവന്റെ മേഖലയിലാണ്. അതിൽ ജീവന്റെ വൃക്ഷത്തിൽ നിന്നാണ് ഞാൻ ഫലം ഭക്ഷിക്കുന്നത്.
പിന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, പിന്നെ പുത്രന് ആ മരണവുമായി ഒരു കാര്യവുമില്ല. പിന്നെ മുന്നോട്ട് നമുക്ക് വായിക്കാം, ഫിലിപ്പിയർ 4:19. എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. നമ്മുടെ ദൈവവും പിതാവുമായവന് എന്നേക്കും മഹത്വം. ആമേൻ. ദൈവം കുറവുകളെ അവന്റെ ആ ധനത്തിനൊത്തവണ്ണം അത് പൂർണ്ണമായി തീർത്തു തരും. ഞാനും നിങ്ങളും ധനികരാകും. എന്തുകൊണ്ടെന്നാൽ എന്റെയും നിങ്ങളുടെയും പിതാവ് ധനികനായതുകൊണ്ട്. നിങ്ങളോട് ആരെങ്കിലും പറയുകയാണ്, നിങ്ങൾക്ക് ധനികനാകണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കണം, കൊടുക്കുന്നതിലൂടെ മാത്രമേ നിങ്ങൾക്ക് ധനികരാകാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അവർ നിങ്ങളെ നിയമം പഠിപ്പിക്കുകയാണ്. എൻ്റെ എല്ലാ ആവശ്യങ്ങളും അതിലൂടെ പൂർത്തീകരിക്കപ്പെടും. അതെന്തുകൊണ്ടെന്നാൽ അത് എനിക്ക് രക്തത്തിലൂടെ ലഭിക്കുന്നതാണ്. എങ്ങനെ പിതാവായിരിക്കുന്നോ അവൻ്റെ ആ പുത്രന്റെ ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം അവന് ലഭ്യമാക്കിക്കൊണ്ടിരിക്കും. എന്തുകൊണ്ടെന്നാൽ പുത്രന്റെ സമാധാനം ഇതിലാണ്, ഞാൻ അവന്റെ രക്തത്തിലൂടെ സന്തതിയാണ് എന്നുള്ളത്. പിതാവ് അത് മറക്കുകയില്ല, പുത്രൻ ചിലപ്പോൾ അത് മറക്കുവാൻ ഇടയാകും. പിന്നെ ആരെങ്കിലും വന്നിട്ട് നുണ വ്യാജം പുത്രന്റെ ചെവിയിൽ ഇടുകയാണ്, നീ പുത്രനല്ല, നീ ദാസനാണ്, നീ അടിമയാണ്, നിനക്ക് പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞ് അവനെ കൊണ്ട് പ്രവൃത്തി എന്ന് പറഞ്ഞ് അവനെ ദാസനാക്കുകയാണ്. അവൻ യഥാർത്ഥ അവന്റെ തിരിച്ചറിവ് അവൻ മറന്നുപോയിരിക്കുന്നു. ഇതാണ് പുത്രത്വത്തിന്റെ യാഥാർത്ഥ്യം. ഇപ്പോൾ നമ്മൾ അറിയുന്നു, നമ്മൾ അത് രക്തത്തിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നതെന്ന്. നമ്മൾ ഈ കാര്യത്തിൽ വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് ലഭിക്കുവാൻ തുടങ്ങും. പക്ഷേ നമ്മൾ സ്കൂളിൽ ആ കാര്യങ്ങൾ ലഭിക്കുക മാത്രം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു സമയം വരും, ഞാൻ അതിൻ്റെ യോഗ്യനാകുന്ന, അതിൽ പരിപൂർണനാകുകയും എൻ്റെ പിതാവിൻ്റെ ധനത്തിൽ അതിൻ്റെ കാര്യത്തിൽ എനിക്ക് എങ്ങനെ അതിനോട് സമഭാഗിയാകാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ ഞാൻ വരുന്നു. ആ ദശാംശത്തെക്കുറിച്ച് നമ്മൾ അടുത്ത ആഴ്ച നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. അതിലൂടെ നിങ്ങളുടെ ആത്മീയ കണ്ണുകൾ തുറക്കുവാനിടയാകും. ദൈവം പറയുകയാണ്, ഞാൻ നിന്റെ പരിചയം അതിമഹത്തായ പ്രതിഫലമാണ്. അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ആഴ്ച പഠിക്കാം. വരൂ, നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. നിങ്ങളെല്ലാവരും ഇത് ഏറ്റുപറയുക എന്നോട് കൂടെ. പിതാവേ, ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞാൻ അങ്ങയുടെ രാജ്യത്തിൽ അങ്ങയുടെ പുത്രനാണ്. യേശുവേ, അങ്ങ് എൻ്റെ മഹാപുരോഹിതനാണ്. വചനം കേട്ടതിലൂടെ ഇന്ന് എനിക്ക് ലഭിച്ച ആത്മീയ വളർച്ച, അതിൻ്റെ ദശാംശം ഞാൻ അങ്ങേക്ക് തരുന്നു. Just begin praying in tongues. Oh rahadaria raraba shukrahadala raraba vahudoro baba hadaraba. Father, I just thank you that we are sons of your blood, that we receive everything that you have, health, prosperity, Father, relationship, everything just because of your blood. Just because I'm tied with blood with you and I receive all that inheritance based on blood. And I thank you, Father, that this truth is secured in each and everyone listening to me, that even as they're hearing this truth, wherever there's been a lie, Father, you've uprooted that. And your resurrection life is flowing in, be it in finances, be it in health, be it in relationship. And just, Father, they are inheriting everything that you have because of blood. And I just thank you for this rest in Jesus' name. Amen.